Praise Lord. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी पवित्र जनों को प्रेम का वंदन. നമുക്ക് ഒരു ദിവസം കൂടി കർത്താവ് ദാനമായി നൽകി. हमको और एक दिन प्रभु दान स्वरूप दिया है. കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ കൂടി വരുന്നത് എത്ര സന്തോഷമാണ്. प्रभु की उपस्थिति में इस तरह इकट्ठा होना कितना आनंद की बात है. കർത്താവ് എപ്പോഴും നമ്മളെ ഇതുപോലെ കൂടി വരാനായിട്ട് കർത്താവിന് ആഗ്രഹമുണ്ട്. क्योंकि प्रभु चाहता है कि और आग्रह रखता है कि हम इस रीति से इकट्ठा हो. അപ്പോൾ നമുക്ക് ഇന്ന് ആ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. इसलिए उस आनंद में हम प्रभु की उपस्थिति में बने रहे. നമുക്കറിയാം കർത്താവ് തന്റെ ശിഷ്യന്മാരെ ചേർത്തതിന് ശേഷം കർത്താവ് ഈ ലോകത്തു നിന്നും വിട പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് കാര്യം പറയുകയുണ്ടായി. हम देखते हैं कि पुनरुत्थान के बाद जब प्रभु ने सारे चेलों को इकट्ठा करके उनका स्वर्गारोहण होने से पहले स्वर्ग ऊपर लेके जाने से पहले प्रभु एक बात कहता है, നിങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ അയക്കും. हाँ, आप लोग के लिए जो प्रतिज्ञा किया हुआ पवित्र आत्मा को आपकी ओर भेजेगा. അപ്പോൾ ഈ ആത്മാവ് വന്ന ശേഷം മാത്രമേ നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങി പോകാവൂ. हाँ, ये आत्मा आप लोग प्राप्त करने के बाद ही फिर आप यरूशलेम से आप जाना. ക്രിസ്തീയ ജീവിതം എന്നത് നമ്മുടെ സ്വന്തം ശക്തിയിൽ വിധേയപ്പെട്ടുള്ള കാര്യമല്ല. അത് ആത്മശക്തിയാൽ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നതും ഭരിക്കപ്പെടുന്നതും ആയ ഒരു ജീവിതമാണ്. आमेन. क्योंकि मसीह जीवन बोला तो अपना खुद का सामर्थ्य करने वाली बात नहीं है, बल्कि पवित्र आत्मा के द्वारा परमेश्वर के सामर्थ्य से ये सब आधीन होकर करने वाली बातें हैं. അതുകൊണ്ട് കർത്താവ് പറയാണ് നിങ്ങൾക്ക് എന്ത് ലഭിക്കും? इसलिए प्रभु ने क्या कहा, तुमको क्या मिलेगा? പരിശുദ്ധാത്മാവിനെ. पवित्र आत्मा मिलेगा. അപ്പോൾ ഈ ആത്മാവ് വന്ന ശേഷം നിങ്ങൾക്ക് ആത്മാവിലൂടെ ശക്തി ലഭിക്കും. हाँ, ये पवित्र आत्मा जब आएगा उनके द्वारा तुमको सामर्थ्य भी मिलेगा. അപ്പോൾ അങ്ങനെ ശക്തിമത്തായ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. इसलिए मसीह जीवन बोला तो इस तरह का सामर्थ्य से भरा हुआ जीवन का मसीह जीवन है. അതിന് നമുക്ക് ഇന്ന് ആ വിഷയത്തിലേക്ക് ഇന്ന് വേഗം തന്നെ പോവുകയാണ്. നമുക്ക് ലഭിച്ച സമയം നമുക്ക് ആഴമായ ചില ആത്മീയ ചിന്തകളിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. इसके लिए जितना मिला हुआ समय है हम डायरेक्टली उस विषय में जा रहे हैं. उपलब्ध समय को उस गहरा विषय में प्रवेश करने का आग्रह है. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വായിക്കാം. प्रेरितों का कार्य उसका पहला अध्याय वाक्य 8 में हम पढ़ते हैं. प्रेरितों का कार्य 1:8. परंतु जब पवित्र आत्मा तुम पर आएगा तब तुम सामर्थ पाओगे और यरूशलेम और सारी यहूदिया और सामरिया में और पृथ्वी की चोर तक मेरे गवाह होगे. അപ്പോൾ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ശക്തി ലഭിക്കും. तो जब पवित्र आत्मा आएगा तुमको क्या होगा? तुमको सामर्थ मिलेगा. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? तब तुम क्या करना? യെരുശലേമിലും യഹൂദിയായാലും എല്ലായിടത്തും ശമരിയായാലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. हाँ, और फिर कहता है कि तुम यरूशलेम में, यूदिया में और समरिया में और जगत के अंत तक तुम क्या करना? मेरा गवाही बनना. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലും നമ്മുടെ അയൽവാസികളുടെ ഇടയിലും അടുത്തുള്ള ദേശങ്ങളിലും ദൂരദേശത്തും हाँ, ഈ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. तो एक अर्थ में इसका हम लोग ऐसा बोल सकते हैं कि हमारे घर में, हमारे आसपास के पड़ोस में, हमारे समाज में, हमारे देश में और देश के हर कोने सब जगहों पर दुनिया में भी एक गवाह बनना. അപ്പോൾ നമുക്ക് ആത്മാവിനെ തന്നിരിക്കുന്നത് കർത്താവിന്റെ സാക്ഷിയാകാനാണ്. क्योंकि हमें आत्मा दिया गया ही है प्रभु का गवाह बनने के लिए. അതേ കാര്യം ഒരിക്കൽ കൂടി അതേ കാര്യം തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം यही बात, അതിന്റെ 49-ാം വാക്യം വായിക്കാം. यही बात लूकोस का पुस्तक उसका 24वां अध्याय उसका 49 में हम पढ़ेंगे. लूका എന്റെ പിതാവ് 49. വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുമ്പോഴും നഗരത്തിൽ പാർപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. लूक चैप्टर 24 वर्स 49. और देखो जिसकी प्रतिज्ञा मेरे पिता ने की है मैं उसको तुम पर उतराऊंगा और जब तक स्वर्ग से सामर्थ न पाओ तब तक तुम इसी नगर में ठहरे रहो. അപ്പോൾ ഇവിടെയും കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിനു മുൻപ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. इधर भी देखो स्वर्गारोहण होने से पहले प्रभु ने अपने चेलों से वही बात कहा है. പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. पिता ने जो प्रतिज्ञा किया है उसको मैं तुम्हारे ऊपर भेजूंगा. നിങ്ങളോ ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുമ്പോഴും നഗരത്തിൽ പാർപ്പീൻ. तुम लोग जब तक ऊपर से सामर्थ नहीं पाता तब तक यरूशलेम के नगर में तुम लोग निवास करना. അപ്പോൾ നമുക്കറിയാം അവര് അങ്ങനെ തന്നെ ആ നഗരത്തിൽ പാർത്തു. और हम लोग देखते हैं कि वो लोग वही नगर में बसे थे. അവര് വാഗ്ദത്തം പ്രാപിപ്പാനായിട്ട് അവരിങ്ങനെ കൂടി വന്നുകൊണ്ടിരുന്നു. और वो लोग प्रतिज्ञा पाने के लिए वो लोग वहाँ पर इंतजार किया. इकट्ठा भी हुआ. നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില് പെന്തക്കോസ്ത് ദിവസത്തിൽ പരിശുദ്ധാത്മാവരുടെ മേൽ ശക്തിയോടെ വന്നു. और फिर हम देखते हैं कि पेंतकोस्त के दिन में हम देखते हैं कि पवित्र आत्मा उनके ऊपर सामर्थ्य आया. അപ്പോൾ ആ ശക്തി പ്രാപിച്ച ശേഷമാണ് പിന്നെ അവർ കർത്താവിന്റെ സാക്ഷികളായി പുറപ്പെട്ടത്. और वो सामर्थ्य से वो लोग भर जाने के बाद ही वो लोग गवाह देने के लिए बाहर निकले. ഏതൊരു പ്രവർത്തനത്തിനും പ്രവർത്തന ശേഷിക്ക് അതിന് ശക്തി ആവശ്യമാണ്. क्योंकि कोई भी कार्य करना है तो उस कार्य
बना रहना है तो उसको सामर्थ की जरूरत है। അപ്പോൾ ശക്തി കൂടാതെ ഒരിക്കലും നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല. वो सामर्थ अगर नहीं है तो वो क्रिया को कार्य को पूरे रीति से कर नहीं सकते। അപ്പോൾ നമ്മൾ കർത്താവിന്റെ പ്രവൃത്തി ചെയ്യുന്നത് കർത്താവിനാലാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയാലാണ്. हमें इसलिए अगर प्रभु का कार्य करना है तो प्रभु की ओर से होना चाहिए और वो आत्मा का सामर्थ्य से होना चाहिए। അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് യഥാർത്ഥത്തിൽ ആത്മശക്തിയാലോ? हमें इसलिए आज क्या हम मसीह जीवन उस आत्मा का सामर्थ्य है क्या? നമ്മൾ ആത്മാവിനെ നടത്തപ്പെടണം. क्या हम आत्मा के द्वारा चलाया जाना चाहिए? ആത്മാവിന്റെ ശക്തിയാൽ ഓരോ പ്രവൃത്തികളും നമ്മൾ ചെയ്യണം. और आत्मा का सामर्थ्य हमें एक एक कार्य करना है। നമ്മൾ ഓരോ കാര്യങ്ങളിൽ ഈ കാര്യങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ വിവേചിക്കേണ്ട ഒരു കാര്യമുണ്ട്. इसलिए ये सब बातें हमारा मसीह जीवन में हर एक दिन परखने वाली बात है। നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ സാമർത്ഥ്യം കൊണ്ടോ ആകാൻ പാടില്ല. हमारा सामर्थ्य, हमारा बुद्धि या हमारा शक्ति या हमारा होशियारी से नहीं। ഏത് കാര്യത്തിലും നമുക്ക് ഒരു ആത്മനിയോഗം ഉണ്ടായിരിക്കണം. അത് ആത്മാവിനാൽ ചെയ്യുന്നുവെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. क्योंकि हर एक बात के लिए हमें आत्मा की ओर से नियुक्ति होना चाहिए। मैं आत्मा से कर रहा हूँ करके ये बात का पक्का निश्चय से करना है। നമ്മുടെ ഓരോ പ്രവൃത്തികളും കാണുമ്പോൾ വളരെ ആത്മാവിലുള്ള ശക്തിയോടെ ചെയ്യുന്നു എന്നുള്ള ആ ഒരു സാക്ഷ്യം നമുക്കുണ്ടാകും. और एक एक कार्य हम जब प्रभु के लिए करते समय में उस सब के पीछे मैं प्रभु के आत्मा के सामर्थ्य से कर रहा हूँ करके ये गवाही भी हमारे अंदर रहना चाहिए। പലരും ഇന്ന് കർത്താവിനെ കുറിച്ച് സാക്ഷിക്കും, आज बहुत लोग प्रभु के बारे में गवाही देते हैं, എന്നാൽ എന്തില്ല, ആത്മാവിന്റെ ശക്തിയില്ല. लेकिन उसमें आत्मा का सामर्थ्य नहीं रहता। ആത്മാവിന്റെ ശക്തിയുള്ള ശുശ്രൂഷയാണ് ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. क्योंकि आत्मा का सामर्थ्य किया हुआ सेवा ही प्रभु आग्रह रखता है। അങ്ങനെയുള്ള ആത്മശക്തിയോടെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ തളരുകയില്ല, ക്ഷീണിക്കുകയില്ല, നമുക്കൊരു പിന്മാറ്റ അനുഭവം ഉണ്ടാകില്ല. आत्मा का सामर्थ्य बरकरार करेंगे तो हम कभी पीछे नहीं हटेंगे, कभी कमजोर नहीं होंगे, कभी हम लोग निराश होकर नहीं जाएंगे। പ്രതികൂലങ്ങൾ ഉണ്ടായപ്പോൾ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. देखो प्रतिकूल जो तकलीफ जब उनके जीवन में आया तो प्रेरित लोग प्रार्थना किया। പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? प्रार्थना करके क्या हो അവർ गया? ആത്മാവിൽ വെളിപ്പെട്ടു. वो लोग आत्मा में और बलवान हो गए। നമ്മള് അപ്പോസ്തലപ്രവൃത്തി 4:33 വായിക്കുന്നത്, प्रेरितों का कार्य 4:33 में हम पढ़ते हैं। प्रेरितों का कार्य 4:33। അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മഹാശക്തിയോടെ എന്ന് പറഞ്ഞാല് സാധാരണ ശക്തിയല്ല, മഹാശക്തിയോടെ അവർ കർത്താവിനെ സാക്ഷിക്കുകയാണ്. Acts chapter 4:33। प्रेरित बड़ी सामर्थ्य से प्रभु यीशु की जी उठने की गवाही देते रहे और उन सब पर बड़ा अनुग्रह था। तो बड़ा सामर्थ्य से उन लोगों ने प्रभु को गवाही, तो साधारण सामर्थ्य नहीं, बड़ी सामर्थ्य से उन लोग ने किया। അപ്പൊ ഇന്ന് നമുക്ക് ആത്മീയ ജീവിതത്തിൽ നമ്മൾ ആത്മാവിൽ ബലപ്പെട്ടിരിക്കുന്നുവോ? तो इसलिए आज हमारा आत्मिक जीवन में आज हम लोग आत्मा में बलवंत हुआ है क्या? ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളെക്കാളും നമുക്ക് ആത്മനിറവോടുകൂടി ആത്മാവിന്റെ ശക്തിയോടുകൂടിയും ആത്മാവിനാൽ നടത്തപ്പെടുന്ന അനുഭവത്തിൽ മുന്നേറാൻ കഴിയുന്നുണ്ടോ? आज हम लोग गए दिनों से भी अधिक ज्यादा आज और आत्मिक सामर्थ्य से हम लोग आगे का प्रभु का सेवा करने हो पा रहे हैं क्या? ആത്മാവിന്റെ ഫലം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? आत्मा का फल हमें देखने हो रहा है क्या? ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം. ये सब हमें अपने आप में जांचना है। ഒരുപാട് നാളായി അല്ലേ ആത്മാവിന്റെ ഫലം പറഞ്ഞിട്ട്? बहुत दिन हो गए ना आत्मा का फल बोलकर। ആത്മാവിന്റെ ഫലം ഉണ്ടോ? आत्मा का फल है क्या? മറന്നുപോയോ? भूल गए क्या? നമ്മളെ തന്നെ ഇത് പരിശോധിക്കണം. हमें अपने आप को जांचना है। നമ്മൾ എപ്പോഴും പ്രത്യേകിച്ചും നമ്മൾ ദൈവത്തിലായിരിക്കുമ്പോൾ പോലും നമ്മൾ ആത്മാവിലായിരിക്കണം. खास रूप में हम लोग प्रभु में है कि हम प्रभु में है कि नहीं, बात का ये बात में भी हमें अपने आप को जांचना है। ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാവിൽ വസിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ആത്മീയ സത്യങ്ങളെ ആഴമായി ഗ്രഹിക്കാൻ കഴിയൂ. क्योंकि प्रभु की उपस्थिति में बने रहते समय में आत्मा में बने रहेगा तो ही उनका गहराई की सच्चाई की बातों को हम समझ सकते हैं। നമുക്ക് ആത്മാവിന്റെ ഫലം എന്ന് പറയാം. इसलिए आत्मा का फल को बोलेंगे। ആത്മാവിന്റെ ഫലം फ्रूट ऑफ द स्पिरिट इज സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. നിങ്ങളെല്ലാരും എല്ലാം പറഞ്ഞോ? आप सब लोगों ने सब बोला क्या? അതോ കേട്ട് പറഞ്ഞോ? या फिर सुन के बोला? Praise the Lord. Praise the Lord. നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവം, ഈ ഫലം നമുക്കുണ്ടായിരിക്കണം. इसलिए हमारे जीवन में ये फल प्रकट होना चाहिए। Praise the Lord. Praise the Lord. നമ്മളെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നത് ഈ ഫലം കൊണ്ടാണ്. क्योंकि हमें जब देखते समय में हमें वो मसीह का ये फल को उनके द्वारा वो लोग हमें देखते हैं। കാരണം വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാവുന്നല്ലേ കർത്താവ് പഠിപ്പിച്ചു. प्रभु ने क्या कहा? पेड़ को फल के द्वारा पहचाना जाता है। Praise the Lord. Amen. അപ്പോൾ നമ്മളില് ഈ ആത്മാവിന്റെ ഫലം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾക്കും കർത്താവുമായിട്ട് നല്ലൊരു ആഴമായ ബന്ധം ഇപ്പോഴും ഉണ്ടെന്നുള്ളത് തെളിവാണ്. उसी तरह आत्मा का फल अगर हमारे अंदर दिख रहा है तो उसका मतलब यही है कि आज भी हमें प्रभु के साथ ये गहरा रिश्ता और नाता है। അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ ഇത് സൂക്ഷിക്കണേ. इसलिए मसीह जीवन में ये सब बातों को संभाले रखना। ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ആത്മശക്തിയെ കുറിച്ചാണ്. इसलिए आज मैं जो बताने जा रहा विषय है वो आत्मा का सामर्थ्य के बारे में है। അപ്പോൾ ആത്മശക്തിയോട് കൂടിയുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. क्योंकि मसीह जीवन बोला तो आत्मा का सामर्थ्य करने वाला कार्य है। ഓരോ ദിവസവും നമ്മൾ
ആത്മാവിന്റെ ശക്തിയാൽ നമ്മൾ നടത്തപ്പെടണം, ആത്മാവിന്റെ ശക്തിയാൽ നമ്മൾ നിറയപ്പെടണം, ആത്മാവിന്റെ ശക്തിയാൽ നമ്മൾ വളരണം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. हर एक दिन हमें आत्मा का सामर्थ्य में बना रहना है, आत्मा के सामर्थ्य में चलना है, आत्मा के सामर्थ्य में बढ़ना है. ये सब हमारे जीवन में जरूरी है, കാരണം നമുക്കറിയാം, നമുക്ക് എത്രമാത്രം ശക്തിയുണ്ടോ അത്രമാത്രം നമുക്ക് പോരാടാൻ കഴിയും. क्योंकि हम जानते हैं ना, जितना हमें सामर्थ्य रहेगा उतना हम लोग युद्ध कर सकते हैं. അപ്പൊ നമുക്ക് ആത്മാവിൽ നമുക്ക് ശക്തി ഓരോ ദിവസവും അധികം അധികം പ്രാപിക്കേണ്ടത് ആവശ്യമുണ്ട്. इसलिए प्रतिदिन हमें हर एक दिन हमें आत्मा में सामर्थ्य प्राप्त करना जरूरी है. നമ്മള് അപ്പോസ്തലനായ പൗലോസ്ലീഹയുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9:22 വായിക്കുന്നത് ഇങ്ങനെയാണ്. हम लोग पौलुस का जीवन को देखते समय में प्रेरितों का कार्य उसका 9:22 में हम पढ़ते हैं. प्रेरितों का कार्य 9:22. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. हाँ, पढ़ेंगे Acts 9:22. परंतु शाऊल और भी सामर्थ्य होता गया और इस बात का प्रमाण दे देकर कि मसीह यही है, दिमिश्क में रहने वाले यहूदियों को मुंह बंद करता रहा. हाँ, അപ്പോൾ താൻ ഓരോ ദിവസവും കർത്താവിനെ സാക്ഷിക്കുന്നതിൽ താൻ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരുന്നു. तो वो प्रतिदिन प्रभु के गवाही के विषय में वो सामर्थ्य पाता रहा. നമുക്കറിയാലോ, നമ്മള് ഈ കർത്താവിനെ പങ്കുവെച്ചുകൊണ്ടിരിക്കും തോറും നമ്മളിൽ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. हाँ, क्योंकि हम लोग प्रभु का जितना हम लोग भाग लेते रहते हैं उतना हम लोग बलवंत होते रहते हैं. നിങ്ങൾക്കറിയാലോ, നമ്മള് സൈക്കിള് കുറച്ച് നാൾ ചവിട്ടിയിട്ട് കുറച്ചാൾ ചവിട്ടാതിരുന്ന എന്നാ സംഭവിക്കും? आप जरा सोचो, कुछ दिनों के लिए आप साइकिल चला रहे और कुछ दिनों के बाद आपने रोक लिया तो क्या होएगा? പിന്നെ അത് ചവിട്ടാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഓടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. फिर उसके बाद बहुत दिनों के बाद फिर साइकिल चलाना बहुत मुश्किल हो जाता है. ഞാന് എന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, പിന്നെ സൈക്കിൾ ഇങ്ങനെ ഉന്തി വിട്ടിട്ട് ഓടിപ്പോയി ചാടി അതിൽ കയറിയിരിക്കുകയായിരുന്നു. मैं मेरा बचपन को याद कर रहा एक जमाना था, मैं क्या करता, साइकिल को धक्का देता था फिर भाग के जाके उस पर बैठकर चलाता था. അപ്പോൾ അങ്ങനെ മാത്രമല്ല, 78 ഓൾ ഇന്ത്യ സൈക്കിൾ റേസിൽ 11 നമ്പർ വന്നു. और फिर ऑल इंडिया साइकिल रेस में मैं उसमें भाग लेकर मैं 11वां पद में आया. मैं ഞാൻ ഇപ്പോൾ സൈക്കിൾ കയറണമെന്ന് വിചാരിച്ചാൽ പറ്റിയല്ല. अब वो मैं जो उस जमाने में मैं इतना बलवान था साइकिल चलाने के लिए, आज मुझे साइकिल पर बैठकर चलाने के लिए बहुत तकलीफ होता है. നേരത്തെ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് മറ്റൊരു ഡിസ്ട്രിക്റ്റിലേക്ക് പോലും സൈക്കിളിൽ പോകുമായിരുന്നു ചെറുപ്പത്തിൽ. हाँ, बचपन में मैं एक डिस्ट्रिक्ट से दूसरा डिस्ट्रिक्ट भी अगर जाना होता तो मैं साइकिल से जाता था. എന്നാൽ ഇന്നിപ്പോ ഒരു 2-3 കിലോമീറ്റർ ഇങ്ങനെ ചവിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായി. लेकिन आज तो अभी भी देखा जाए तो 2 किलोमीटर 3 किलोमीटर चलाने के लिए तकलीफ होता है. എത്ര വ്യത്യാസമല്ലേ? कितना फर्क आया ना. എല്ലാത്തിനും ഒരു സമയമുണ്ട്. हर चीज का एक समय रहता है. ഇവിടെ നമ്മൾക്ക് ഇതൊക്കെ ശാരീരികമായ കാര്യമാണ്, എന്നാൽ ആത്മാവിനുള്ള ബലത്തിൽ നമ്മൾ ക്ഷീണിക്കാൻ പാടില്ല. लेकिन प्रियो, ये तो सब शारीरिक बातें हैं. आत्मिक बातों का ये सामर्थ्य हम कभी कमजोर नहीं होना है. Praise the Lord. Praise the Lord. ആ രക്ഷിക്കപ്പെട്ട അതേ നാളിലുള്ള അതിനേക്കാൾ ശക്തിയോടെ ഇന്നും സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കാൻ കർത്താവ് സഹായിക്കുന്നു. और प्रभु का दया से जिस दिन उद्धार पाते समय में जो सामर्थ्य मैंने गवाही और सुसमाचार बांटा, आज उसी सामर्थ्य और अधिक ज्यादा मुझे गवाही बांटने के लिए प्रभु सामर्थ्य दिया. Praise the Lord. Amen. ആ കർത്താവിലുള്ള ആത്മാവിന്റെ ശക്തിയിൽ കൂടുതൽ ബലപ്പെടാൻ കർത്താവ് സഹായിക്കുന്നു. उस प्रभु के द्वारा उस आत्मा का सामर्थ्य में प्रभु मुझे और बलवंत होने के लिए प्रभु मुझे सहायता कर रहा है. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. प्रभु का नाम का महिमा हो. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. मैं एक बात याद दिलाना चाहता हूँ. നമ്മൾക്ക് ഇവിടെ പൗലോസ്ലീഹ ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക. यहाँ पर हम देखते हैं कि प्रेरितों का कार्य 9:22 में यहाँ पर क्या करते हैं, शाऊल तो प्रतिदिन सामर्थ्य पा रहा था. നമുക്ക് ലഭിച്ച ശുശ്രൂഷകൾ നമ്മൾ ആത്മശക്തിയോടെ ചെയ്യണം. क्योंकि हमें मिलने वाला जो भी सेवा है वो आत्मा का बल सामर्थ्य से हमें करना है. ആ ശക്തിയിൽ നമ്മൾ ചെയ്യുന്നെങ്കിൽ മാത്രമേ നമ്മുടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നുള്ളൂ. वो सामर्थ्य करेगा तो ही हमारे प्रभु का नाम का महिमा होगा. ഇവിടെ അതേ പൗലോസ്ലീഹ തന്റെ സാക്ഷ്യത്തിൽ പറയുമ്പോൾ 1 തിമോത്തി 1:12 പറയുന്നത് ഇങ്ങനെയാണ്. वही पौलुस उसका पहला तिमोथी 1:12 में कहता है. पहला तिमोथी 1:12, എനിക്ക് ശക്തി നൽകിയ യേശു ക്രിസ്തു, എനിക്ക് ശക്തി നൽകിയ യേശു ക്രിസ്തു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. पढ़ेंगे 1 तिमोथी चैप्टर 1:12. मैं अपने प्रभु यीशु मसीह का, जिसने मुझे सामर्थ दी है, धन्यवाद करता हूँ कि उसने मुझे विश्वास योग्य समझकर अपनी सेवा के लिए ठहराया. അപ്പോൾ ഒന്ന് ദൈവം തന്റെ വേലയ്ക്ക് ആക്കുന്നത് വിശ്വസ്തന്മാരെയാണ്. एक पहली बात तो प्रभु अपना काम के लिए जिसको नियुक्त करता है, ठहराता है, वो लोग जो विश्वास योग्य है. നമ്മൾ വിശ്വസ്തരായിരിക്കണം. इसलिए हमें विश्वास योग्य रहना है. കർത്താവ് നമ്മളെ പരിശോധിക്കുന്നുണ്ട്. प्रभु हमें जांचता है. കർത്താവ് ആത്മീയ കാര്യങ്ങളിൽ
ദൈവം ശുശ്രൂഷയെ ഏൽപ്പിക്കുന്നതിന് മുൻപ് നമ്മൾ ഭൗതിക കാര്യങ്ങളിൽ വിശ്വസ്തരോ എന്ന് ദൈവം പരിശോധിക്കും. तो जब हम आत्मिक कार्यों के लिए प्रभु हमको नियुक्ति देकर सेवा में आगे बढ़ाने से पहले हम शारीरिक बातें, संसार की बातों में कितना हम लोग विश्वास योग्य है ये प्रभु देखता है. അത് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 16:11 വായിക്കുമ്പോൾ, लूका का सुसमाचार 16 का 11 में जब हम पढ़ते हैं, लूका 16:11, നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ പരമേൽപ്പിക്കും. हाँ, लूक चैप्टर 16 वर्स 11. इसलिए जब तुम अधर्म के धन में सच्चे न ठहरे तो सच्चा धन तुम्हें कौन सौंपेगा? Praise the Lord. അപ്പോൾ നമ്മൾ ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന ഈ ധനത്തിലൊക്കെ നമ്മൾ എന്തായിരിക്കണം? അതിലും വിശ്വസ്തരായിരിക്കണം. इसके लिए प्रियो, ये संसार का जो धन जो नाश होता है, जो कभी टिकता नहीं, उसमें भी हमें विश्वास योग्य रहना है. അങ്ങനെയുള്ളവരെയാണ് ദൈവം ആത്മീയമായിരിക്കുന്ന ധനങ്ങൾ ഏൽപ്പിക്കുന്ന ऐसे കർത്താവ്. लोगों को ही प्रभु आत्मिक धन के विषय में उनको सौंपेगा. നമ്മൾ വിശ്വസ്തരായിരിക്കണം. हमें हम हर बात में विश्वास योग्य रहना നമ്മൾ है. സകലത്തിലും വിശ്വസ്തരായിരിക്കണം. हमें सब बात में विश्वास योग्य रहना നമ്മുടെ है. ശുശ്രൂഷയിൽ വിശ്വസ്തരായിരിക്കണം. हमारा सेवा में विश्वास योग्य रहना നമ്മുടെ है. ലോകപരമായ ജോലികളിൽ വിശ്വസ്തരായിരിക്കണം. हमें संसार में जो भी हम कामकाज नौकरी करते हैं उसमें विश्वास योग्य रहना है. ഒരു കുടുംബജീവിതത്തിൽ വിശ്വസ്തരായിരിക്കണം. एक पारिवारिक जीवन में विश्वास योग्य रहना है. മക്കള് അപ്പനമ്മമാരോടും അപ്പനമ്മമാർ മക്കളോടും വിശ്വസ്തരായിരിക്കണം. हाँ, बच्चे माँ बाप को और माँ बाप बच्चों के ऊपर विश्वास योग्य रहना है. വിശ്വാസികൾ സഭാ കൂട്ടായ്മയില് വിശ്വാസികളോട് ശുശ്രൂഷകന്മാരും ശുശ്രൂഷകന്മാരുടെ വിശ്വാസികളും വിശ്വസ്തരായിരിക്കണം. कलीसिया में विश्वासी लोग प्रभु के दासों और सेवकों के ऊपर, और प्रभु के दास और सेवक लोग कलीसिया के विश्वासियों के ऊपर विश्वास योग्य रहना है. നമ്മൾ മറ്റുള്ള എന്തെങ്കിലും ജോലി ചെയ്യുന്നെങ്കിൽ ആ ജോലി സ്ഥലത്ത് നമ്മൾ വിശ്വസ്തരായിരിക്കണം. और दूसरा कोई भी कामकाज हम करते समय में उस सभी बातों में हमें विश्वास योग्य रहना है. വിശ്വസ്തരായിരിക്കുന്നവരെയാണ് ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി ആക്കുന്നത്. क्योंकि विश्वास योग्य लोगों को प्रभु अपने सेवा में रखते हैं. നമുക്കറിയാം, കർത്താവ് പൗലോസിനെ വിളിച്ച് വേർപെടുത്തിയിട്ട് 10 വർഷം തന്നെ വീണ്ടും ശോധന കഴിച്ചു. हम जानते हैं ना, आप लोग जानते हैं कि प्रभु ने जब पौलुस को बुलाने के बाद 10 साल प्रभु ने उसको जांचा और फिर उसको जिम्मेदारी दी. എന്നിട്ടാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു. എന്ത് ചെയ്യണം? ഞാൻ വിളിച്ച 13-ന്റെ 2-ാം വാക്യം നമുക്ക് വായിക്കാം. इसीलिए उसके बाद हम देखते हैं कि 10 साल के बाद प्रेरितों का कार्य 13 अध्याय वाक्य 2 में वहां पर प्रभु वहां पर एक बात कहता है. प्रेरितों का कार्य 13 का 2. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. Acts chapter 13 verse 2. जब ये उपवास सहित प्रभु की उपासना कर रहे थे तो पवित्र आत्मा ने कहा, मेरे लिए बरनबास और शाऊल को उस काम के लिए अलग करो जिसके लिए मैंने उन्हें बुलाया है. അപ്പോൾ 10 വർഷം പൗലോസിനെ കർത്താവ് ശോധന ചെയ്തു. तो ये दिन अवस्था होने से पहले पत्रोस को, जो शाऊल है, पौलुस है, जो शाऊल था, 10 साल पहले प्रभु ने उसको चुना, बपतिस्मा लिया. उसके उस 10 साल के बाद ये सेवा के लिए उसको चुन रहा है. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവം ഡയറക്റ്റ് അങ്ങനെ അങ്ങോട്ട് നിയോഗിക്കുകയല്ല. അവരെ ഒരു സമയം വരെയും പരിശോധിച്ചിട്ടാണ്, അവർ വിശ്വസ്തരെന്ന് കാണുമ്പോഴാണ് നിയോഗിക്കുന്നത്. तो इसके लिए प्रभु तुरंत ही नहीं हमको कोई जिम्मेदारी हमें सौंपता है, बल्कि हमें परखता है, हमें जांचता है, देखता है कि हम लोग विश्वासी हो क्या है कि नहीं, हम लोग खरा निकला है कि नहीं, फिर ही प्रभु जिम्मेदारी देता है. എന്നിട്ട് അതിന് 4 വായിക്കുന്നത് പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചെന്ന്. और फिर वाक्य 4 में वहां पर हम देखते हैं कि पवित्र आत्मा ने उनको भेजा. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് നിയുക്തി ചെയ്യുന്നത്. क्योंकि पवित्र आत्मा है जो ये सब बातों का बात बताकर नियुक्ति करके भेजता है. അല്ലെ, ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം ഏതെങ്കിലും സംഘടനക്കാർ അയച്ചതോ ദൈവവുമായിട്ടൊരു ബന്ധവും ഇല്ല. അവർ തൊഴിൽ പോലെയൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നല്ലാണ്ട് പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട കർത്താവിന്റെ ദാസന്മാര് വളരെ ചുരുക്കമാണ്. लेकिन आज हम देखते समय, आज के जमाने में क्या है, जो संगठन ने नियुक्त किया वैसा वो लोग नियुक्ति कर वो लोग पाते हैं. प्रभु का आत्मा के साथ कोई लोगों लेखा नहीं. आजकल के ये लोग क्या है, वो लोग नौकरी के समान एक काम है बोलकर इस तरह नौकरी के जैसा वो लोग कार्य करते हैं. प्रभु के साथ कोई रिश्ता नहीं है. ഇത് വളരെ നമ്മളെ നയിക്കുന്നവർ ആത്മാവിനാൽ അയക്കപ്പെട്ടവര്, ആത്മാവിനാൽ നിയുക്തരാക്കപ്പെട്ടവരാണോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയണം. इसके लिए प्रिय, हम लोग अच्छी तरह से जानना, हम जो भी सेवा करते समय में आत्मा का सामर्थ्य है, आत्मा ने नियुक्त किया है कि आत्मा ने भेजा है कि नहीं, अच्छी तरह से बोध और स्पष्ट होना है. അങ്ങനെയുള്ള ദൈവത്താൽ നിയുക്തരായിരിക്കുന്ന ദാസന്മാർക്ക് മാത്രമേ നമ്മളെ ശരിയായ പാതയിൽ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെ ഒരുക്കാനായിട്ട് കഴിയും. अगर ऐसा रहेगा तो ही प्रभु अपने लोगों को सही रास्ते में, पक्षियों में चलाकर अपने लिए सेवा के लिए इस्तेमाल कर सकता है. അപ്പോൾ എനിക്ക് എന്റെ ജീവിതത്തില് കർത്താവ് എന്നെ നിയോഗിച്ചു എന്ന് നല്ല ഉറപ്പുണ്ട്. क्योंकि मेरे विषय में प्रभु ने मुझे नियुक्त किया है करके मुझे अच्छी तरह से मुझे मालूम है. ഞാന് ഈ നാസിക്കിൽ ജോലി ചെയ്യുമ്പോൾ കർത്താവിന്റെ ശബ്ദം കേട്ട് കൃത്യമായിട്ട് നീ നാസിക്കിൽ എന്റെ വേല ചെയ്യണം, എന്റെ സാക്ഷിയാകണമെന്ന്
കർത്താവ് വിളിച്ച് നിയോഗിച്ചത് കൊണ്ട് മാത്രമാണ് ജോലി വിട്ട് ഇറങ്ങിയത്. क्योंकि जब मैं नासिक में यहाँ पर आर्मी में काम करते समय में मुझे अच्छी तरह से प्रभु का स्पष्ट में आवाज सुनकर वो प्रभु का नियुक्ति मुझे मिला कि तू अब इधर ही नासिक में रुकना है और इधर ही तू मेरा सेवा करना है करके अच्छी तरह से बोल दिया और यकीन होने के बाद ही मैंने मेरा काम छोड़ा. ഞാൻ ആരുടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് സഹായിക്കാമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വാഗ്ദത്തം കേട്ടല്ല. कोई मुझे मदद करेगा, कोई मुझे ऐसा मदद, आप निकलो बाहर, हम आपको सपोर्ट करेंगे, हम आपको मदद करेंगे, हम आपको फंडिंग करेंगे, ऐसा सब प्रतिज्ञा सुनकर नहीं बाहर आया मैं. ഏതെങ്കിലും ഒരു സംഘടനയോട് ചേർന്നുമല്ല. कोई भी संगठन से मिलकर मैंने नहीं किया. കാരണം മതവും സംഘടനയും ക്രിസ്തുവിന്റെ ശരീരത്തെ തകർക്കുന്നു. क्योंकि धर्म और संगठन जो है प्रभु का सच्चा देह को जो कलीसिया है उसको तोड़ता है. ഇത് വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് മാത്രം അറിയാവുന്ന ഒരു ഏക സത്യമാണ്. क्योंकि ये बुलावट प्राप्त किया हुआ सच्चा विश्वासियों को ये सच्चा सत्य मालूम है. ദൈവമക്കളെ, ഇതൊക്കെ നമ്മൾ ദൈവവചനത്തിൽ നിന്നും നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. इसलिए ये सब बातें हमें प्रभु का वचन से अच्छी तरह से जानना चाहिए. അപ്പോൾ സഭ കർത്താവിൻ്റെതാണ്. क्योंकि कलीसिया जो है वो प्रभु का है. കർത്താവ് നിയോഗിക്കുന്നവരിലൂടെയാണ് കർത്താവ് തന്റെ സഭയെ പണിയുന്നത്. और प्रभु जिनको नियुक्त किया है उन्हीं लोगों के द्वारा कलीसिया को बांधकर बढ़ाता है. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നതൊക്കെ കർത്താവിന്റെ സഭയായിട്ട് യാതൊരു ബന്ധവും. लेकिन आज जो हम जो दुनिया में देख रहे हैं, जो मसीह लोग हैं, बोल रहे हैं और कार्य कर रहे हैं, वो प्रभु के साथ उनका कोई रिश्ता नहीं है. ഇതൊക്കെ പറയുമ്പോൾ പലർക്കും അതത്ര ദഹിച്ചെന്ന് വരികയില്ല. और ये सब अगर हम लोग खुला बोलते समय में आप लोग में से कुछ सुनते समय में आपको हजम नहीं होगा. എന്നാൽ ദൈവമക്കളെ, വാസ്തവത്തിൽ ദൈവം ഇന്നും അതേ പ്രവൃത്തി ചെയ്യുന്നു. लेकिन प्रियो, वास्तव में प्रभु आज भी उसी रीति से कार्य कर रहा है. ഇന്നും കർത്താവാണ് ഒരു വ്യക്തിയെ രക്ഷിക്കുന്നത്. क्योंकि आज भी प्रभु ही है एक व्यक्ति को उद्धार देता है. ഇന്നും കർത്താവാണ് സഭയെ പണിയുന്നത്. और आज भी प्रभु ही है जो अपना कलीसिया को बांधता है. ആ സഭയെ നടത്തുവാനും ദൈവം തന്നെയാണ് നിയുക്തരാക്കുന്നത്. और आज उस प्रभु को चलाने के लिए प्रभु ही लोगों को नियुक्त करता है. मंडली को चलाने के लिए. हाँ, मंडली को चलाने के लिए प्रभु ही लोग नियुक्त करता है. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഓരോ കാര്യത്തിലും അത് കർത്താവിനാൽ തന്നെയായിരിക്കണം. और इसलिए सब बातों को प्रभु के द्वारा ही होना चाहिए. അതിന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടെ ആയിരിക്കണം. और ये सब आत्मा का सामर्थ्य से होना चाहिए. പൗലോസ് എഫേസ്യർ 3:7 പറയുമ്പോൾ, पौलुस एफेसियों का पुस्तक 3:7 में हम पढ़ते हैं, ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. एफेसियंस 3:7, एफेसियों 3:7. मैं परमेश्वर के अनुग्रह के उस दान के अनुसार जो उसके सामर्थ्य के प्रभाव के अनुसार मुझे दिया गया उस समाचार का सेवक बना. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം കർത്താവിന്റെ ശക്തിയിലാണ് താൻ ഇതെല്ലാം ചെയ്തത്, ശുശ്രൂഷകനായിരിക്കുന്നതും ശുശ്രൂഷ ചെയ്യുന്നതും എന്നാണ് ഇവിടെയും പൗലോസ് എടുത്തു പറയുന്നത്. तो यहाँ पर भी पौलुस उठा के क्या कहता है, उस सामर्थ के द्वारा मैं एक सेवक बना, यानी कि उस सामर्थ के बलबूतों से उसका प्रभाव की शक्ति के द्वारा मैं एक सेवक बनकर सेवा कर रहा हूँ. അപ്പോൾ നമുക്ക് ഏത് അവസ്ഥയിലും കർത്താവിനാൽ ശക്തീകരിക്കപ്പെട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. इसके लिए हमें कोई भी कार्य करते समय प्रभु की ओर से सामर्थ पाकर हमें करना है. അനേക പ്രതികൂലങ്ങൾ ഉണ്ടാവും, बहुत सारा तकलीफ और प्रतिकूल हमारे खिलाफ आएगा, അവിടെയൊക്കെ നമ്മളെ ശക്തീകരിക്കുന്ന കർത്താവ് നമ്മോടുകൂടെ ഉണ്ടാവും. लेकिन उस सब बातों में हमें सामर्थ देने वाला प्रभु हमारे साथ रहेगा. പൗലോസ്ലിഹായ്ക്ക് അനേക പ്രതികൂലം ഉണ്ടായി. पौलुस के जीवन में बहुत सारा तकलीफ और लोग बातें विरुद्ध आया. എല്ലാവരും കൈവിടപ്പെടുന്ന അനുഭവം ഉണ്ടായി. यहाँ तक कि सब लोग के द्वारा छोड़ा गया, त्यागा गया अवस्था आया. അവിടെയും നമ്മൾ കാണുന്നത് കർത്താവ് കൈവിട്ടില്ല. वो सब अवस्था में प्रभु ने उसको नहीं छोड़ा. കർത്താവ് തിരഞ്ഞെടുത്തതാണെങ്കിൽ കർത്താവ് ശക്തീകരിക്കുക തന്നെ ചെയ്യും. हे प्रिय, अगर प्रभु ने चुना है तो प्रभु ही उसको पक्का सामर्थ देगा. കർത്താവ് ഇടയ്ക്ക് വിട്ടുപോവുകയില്ല. प्रभु कभी भी बीच में छोड़ता नहीं है. അവിടെ നമുക്കറിയാം 2 തിമോത്തി 4:17 വായിക്കുമ്പോൾ, 2 തിमोथी 4:17 जब हम पढ़ते हैं, അതിന്റെ 16 അവസാനം പറയുന്നുണ്ട് എല്ലാവരും എന്നെ കൈവിട്ടു. उसका 4:16 का आखिरी भाग में हम देखते हैं कि सब लोग ने मुझे ठुकरा दिया. 17 പറയുന്നു കർത്താവോ എനിക്ക് തുടർന്നു. लेकिन 17 में कहता है कि प्रभु मेरे साथ रुका. അപ്പോൾ എന്നെ കൊണ്ട് തുടർന്ന് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. और उतना ही नहीं, प्रभु ने मुझे सामर्थ दिया कि मैं मेरा प्रचार को आगे बोलते रहूं और सारे अन्य जाति उस समय में सुने. അതെ, എന്നെ ശക്തീകരിച്ചു, मुझे सामर्थ दिया. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ജീവിതയാത്രയില് എന്നും കർത്താവിനാൽ ശക്തീകരിക്കപ്പെടുന്ന, ആത്മാവിനാൽ ശക്തിപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. इसलिए प्रिय, हमें प्रतिदिन हमें सामर्थ पाकर आत्मा के द्वारा बलवंत होना, सामर्थ पाने का अनुभव होना चाहिए. ഈ ലോക യാത്രയിൽ നമ്മൾ എപ്പോഴും യുദ്ധക്കളത്തിലാണ്, നമ്മളൊരു കളിക്കളത്തിലല്ല എന്നുള്ള ആ ഒരു ബോധം നമ്മളെ ഭരിക്കണം. इसलिए हमेशा एक बोध जो हमेशा चलाना चाहिए कि इस दुनिया में जीते समय में हम लोग युद्ध भूमि में है, हम लोग कोई खेलने वाला मैदान में नहीं है. അതുകൊണ്ടാണ് എഫേസ്യർ 6:10 പൗലോസ് പറയുന്നു, इसलिए एफिसियों का पुस्तक 6:10 में जब हम पढ़ते हैं, एफिसियों 6:10 में, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. एफिशियंस 6:10, इसलिए प्रभु में और उसकी शक्ति में प्रभाव में बलवंत बनो.
അപ്പോൾ ഇവിടെ നമ്മള് കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അത് എന്നിട്ട് പോർക്കളത്തിലേക്ക് പോകുന്ന ഒരു പോരാളിയോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. तो यहाँ पर क्या है, जो व्यक्ति युद्ध भूमि में जा रहा है उसको प्रोत्साहन के रूप में कहता है कि तू प्रभु में और उसके शक्ति के सामर्थ्य में तू और बलवंत होते जाना. ഇവിടെ നമുക്ക് ഏത് അവസ്ഥയിലും ഏത് കാര്യങ്ങളിലും ഇടപെടുമ്പോൾ നമ്മളെ ശക്തീകരിക്കുന്ന ആത്മാവിന്റെ ശക്തിയുടെ ഒരു വലിയ അനുഭവം നമ്മൾ പ്രാപിക്കണം. इसके लिए प्रिय, हमें कोई भी अवस्था में, प्रभु का सेवा में कोई भी अवस्था में हम करते समय में प्रभु की ओर का सामर्थ का अनुभव हमको होना जरूरी है. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പല പ്രതികൂലത്തിലും ചിലപ്പോൾ ബലഹീനരായി തീർന്നു വന്നേക്കാം. क्योंकि ऐसा अवस्था हो सकता है कि कोई भी परिस्थिति की वजह से हम लोग कमजोर हो सकता है, എന്നാൽ അവിടെയും കർത്താവ് നമ്മളെ ശക്തീകരിക്കും. लेकिन उधर भी प्रभु हमें बल देता है. അവിടെയും നമ്മൾ തളർന്നു പോകാൻ ദൈവം സമ്മതിക്കില്ല. उधर भी हम लोग कमजोर होकर गिरने के लिए प्रभु अनुमति नहीं देगा. ഭക്തന്മാരുടെ ജീവിതത്തില് പൗലോസ് പറയുന്ന വലിയ അനുഭവം ഉണ്ടായിരിക്കും. जो भक्तों के जीवन में, जैसा पौलुस कहता है, ये अनुभव उनको होगा. ഫിലിപ്പിയർ 4:13 എന്താണ് പറയുന്നത്? फिलिपियों 4:13 में पौलुस क्या कहता है? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവും. फिलिपियों 4:13, फिलिपियंस 4:13. जो मुझे सामर्थ देता है उसमें मैं सब कुछ कर सकता हूँ. जो मुझे सामर्थ देता है उसमें मैं सब कुछ कर सकता हूँ. അപ്പോൾ നമ്മള് ഓരോ കാര്യത്തിലും കർത്താവിനെ ബലപ്പെടുത്തി, കർത്താവിനെ ശക്തീകരിച്ചു, കർത്താവിന്റെ നാമം മഹത്വപ്പെട്ടു എന്ന് പറയാൻ നമുക്ക് കഴിയും. इसलिए हर एक बात में जब हम कार्य करते समय प्रभु ने मुझे सहायता किया, प्रभु ने मुझे बलवंत दिया और सामर्थ दिया कर, ये बात का गवाही हमें देना चाहिए. നമുക്ക് ഓരോ ദിവസവും നമ്മള് കർത്താവിനോടുള്ള ബന്ധത്തിലും ശുശ്രൂഷയുള്ള ബന്ധത്തിലും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം. നമ്മൾ ബലഹീനരാകാൻ സമ്മതിക്കരുത്. इसलिए हर एक काम में, हर एक सेवा में प्रभु की ओर से हम लोग बल प्राप्त करते हुए सामर्थ्य होते रहना है. हम लोग कमजोर नहीं होना है. നമുക്കറിയാം, കൂട്ടായ്മയിലായിരിക്കെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിൽ മാത്രമേ നമുക്ക് ബലപ്പെടാൻ കഴിയും. वो वास्तव में जो संगति में बना रहता है, या कि परमेश्वर के साथ का सहभागिता में जुड़े रहने वाले लोगों के साथ ये हो सकता है. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എസെക്കിയേൽ 7:13 വായിക്കുന്നുണ്ട്, പിന്നെ ബുരായിയിൽ ജീവിക്കുന്ന ആരും ശക്തിപ്പെടുകയല്ല, അല്ലെ അകൃത്യത്തിൽ ജീവിക്കുന്നവരാരും ശക്തിപ്പെടുകയല്ല. एजेकिएल का पुस्तक 7:13 में जब हम पढ़ते समय में, एजेकिएल का पुस्तक उसका 7:13 में, जो बुरा में बनाए रहता है या जो अधर्म करते रहता है वो अपने आप में कभी बल नहीं प्राप्त करता. आखिरी भाग में हम पढ़ते हैं, कोई भी मनुष्य जो अधर्म में जीवित रहता है बल न पकड़ सकेगा. बल नहीं पकड़ അപ്പോൾ सकेगा. അകൃത്യത്തിൽ ജീവിക്കുന്നവരാരും ശക്തിപ്പെടുകയല്ല. तो जो अधर्म में बना रहता है वो बल और प्राप्त नहीं कर पाएगा. അപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കണം. इसलिए पवित्रता में जीना है. അപ്പോൾ ശക്തി പ്രാപിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഞാൻ അവസാനം പറയാം. इसलिए बल प्राप्त करने का विषय में, सामर्थ होने के विषय की बातें मैं आगे बताऊंगा. എങ്കിലും ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, लेकिन इधर में कहने का विषय ये है, ഓരോ ദിവസവും വിശുദ്ധന്മാർ ശക്തിപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്. एक दिन हमें प्रभु में या आत्मा में बलवंत और सामर्थ प्राप्त करते रहना है, करके बनते रहना है. ये प्रभु की ओर का आज्ञा है. നമുക്കറിയാം, 1 കൊരിന്ത്യർ 16:13 വാക്യം വായിക്കുമ്പോൾ, 1 कोरिन्थी 16:13 जब हम पढ़ते समय में, 1 कोरिन्थी 16:13, ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവീൻ. पढ़ेंगे 1 कोरिन्थी 16:13. जागते रहो, विश्वास में स्थिर रहो, पुरुषार्थी करो, बलवंत हो. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശക്തിപ്പെടണം. बलवंत होना है करके हमने पढ़ा. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ വിഷയങ്ങളും വളരെ ശക്തിമത്താണ്. ഞാൻ അതില്ല അങ്ങോട്ട് ഇപ്പൊ പോകുന്നില്ല. इसमें का लिखा हुआ एक शब्द जो है वो बलवंत देने का सामर्थ्य बातें हैं, लेकिन वो एक विषय में मैं नहीं जा रहा. നമ്മൾ ഉണർന്നിരിക്കണം, हमें जागरूक रहना है, വിശ്വാസം നിലനിൽക്കണം, विश्वास में बना रहना है, പുരുഷത്വം കാണിക്കണം, पुरुषत्व दिखाना है ശക്തിപ്പെടണം. और बलवंत होना है. പിന്നെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യണം. और फिर वाक्य 14 में कहता है कि जो भी तुम करो सब प्रेम में करना. ക്രിസ്തീയ ജീവിതത്തിലുള്ള ബന്ധത്തിൽ വളരെ ഗഹനമായ ഒരു സന്ദേശം തന്നെയാണ്. ये एक्चुअली मसीह जीवन में जीने का एक गहरा संदेश है ये वाक्यों में. അനുവദിച്ചാൽ ഈ വാക്യങ്ങൾ എടുത്തോട്ട് വേറെ ദിവസം ഞാൻ നിങ്ങൾക്ക് ഒരു സന്ദേശം തരാം. हाँ, प्रभु का अगर इच्छा हो तो ये वाक्यों से आगे चलकर इस विषय में मैं संदेश तैयार करके बताऊंगा. Praise the Lord. ഈ ദൈവവചനത്തിലൊക്കെ എന്തുമാത്രം ആത്മീയമായ ഗഹനമായ വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. मैं प्रियो, क्योंकि प्रभु के वचनों में बहुत सा आत्मिक गहराई, सच्चाई वचन में छुपा हुआ है. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിനാൽ ശക്തിപ്പെടണം. इसलिए प्रिय, एक दिन हमें क्या करना है? आत्मा में हमें बल प्राप्त करना, सामर्थ्य होना है. നമ്മള് ഈ ശക്തി പുറമേയുള്ള ശക്തി അല്ല കേട്ടോ. ये सामर्थ बाहरी वाला सामर्थ नहीं है. ഇത് ഒരു ജിംനേഷ്യത്തിലൊക്കെ പോയിട്ട് നല്ല അട്ടക്കെട്ട അങ്ങനെയുള്ള ശക്തി പ്രാപിക്കുന്ന കാര്യമല്ല. ये कोई जिम्नेशियम, जिम खाना में जाकर हम लोग जो हमारा शरीर को फुलाता है वैसा मसल वाला काम नहीं है. ഇത് അകത്ത മനുഷ്യന്റെ ശക്തിയെ കുറിച്ച് പറയുന്നത്. बल्कि ये अंदरूनी मनुष्य में बलवंत होने का विषय में कहा गया है. നമ്മള് എഫേസ്യ ലേഖനം 3:16 വാക്യം വായിക്കുമ്പോൾ, एफेसियों का पुस्तक 3:16 में जब हम पढ़ते हैं, एफेसियों 3:16, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം ആത്മാവിനാൽ. Ephesians 3:16.
कि वह अपनी महिमा के धन के अनुसार तुम्हें ये दान दे कि तुम उसके आत्मा से अपने भीतरी मनुष्यत्व में सामर्थ पाकर बलवंत होते हाँ, जाओ। तुम्हारा आत्मा के द्वारा, पवित्र आत्मा के द्वारा भीतरी मनुष्य में सामर्थ्य में बलवंत होते रहे। അപ്പോൾ ഓരോ ദിവസവും നമുക്കറിയാം അകത്തെ മനുഷ്യനുണ്ട് പുറത്തെ മനുഷ്യനുണ്ട്. आप लोग जानते हैं ना, कोई अंदरूनी मनुष्य भी है और बाहरी मनुष्य भी है। ഞാൻ വായിക്കുന്നതിന് മുമ്പ് ഒരു വാക്കൂടെ ഈ ഭാഗത്തുള്ളതുകൊണ്ട് ഒരു വാക്കൂടെ വായിപ്പിക്കും. इसी के साथ साथ एक और भाग में पढ़ाना चाहता हूँ। അതിന്റെ തന്നെ 4:23 വായിക്കുമ്പോൾ उसी एफेसियों 4:23 में हम पढ़ते हैं। एफेसियों 4:23 നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കുക. मैं पढ़ेंगे। और अपने मन के आत्मिक स्वभाव में नए बनते जाओ। അപ്പോൾ ഇവിടെ പറയുന്ന സാരം എന്ന് പറയാൻ നമ്മുടെ അകത്ത മനുഷ്യനിൽ നമ്മൾ പുതുക്കം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ ഒരു വിഷയമാണ്. हाँ, यहाँ पर हम लोग दोनों वाक्य में हमने पढ़ा, ये दोनों वाक्यों में अंदरूनी मनुष्य में हम लोग रूपांतर नया होना है और सामर्थ पाकर बलवंत होना है। അപ്പോൾ അകത്ത മനുഷ്യൻ പുറത്തെ മനുഷ്യൻ ഇങ്ങനെ രണ്ട് മനുഷ്യൻ നമ്മളിലുണ്ട്. तो इस तरह अंदरूनी मनुष्य और बाहरी मनुष्य, इस प्रकार का दो मनुष्यत्व हमारे अंदर है। ഇന്ന് പലരും പുറത്തെ മനുഷ്യൻ വിചാരിക്കുമ്പോൾ പലരും ചിന്തിക്കുന്നത് ഈ ശരീരത്തെ കുറിച്ച്. ശരീരമല്ല, ശരീരത്തിന്റെ മുകളിലുള്ള ഒരു കവചം മാത്രം. देखो, बहुत बार बाहरी मनुष्य करके बोलते समय में बहुत लोग उसको क्या व्याख्या करते हैं कि वो हमारा ये जो बाहरी जो देह है उसके बारे में लोग सोचते हैं, लेकिन ये देह के बारे में नहीं। देह बोलो तो एक कवच के जैसा है, जो जैसा अंडे का कवच है वैसा बाहरी शरीर धारण किया है खाली। ഈ അകത്ത മനുഷ്യനും പുറത്തെ മനുഷ്യനും രണ്ടും അകത്ത് തന്നെയാണ്. हाँ, क्योंकि अंदरूनी मनुष्य और बाहरी मनुष्य बोलते समय में दोनों वास्तव में अंदर ही है, കാരണം ഈ പുറമെ നമുക്ക് കാണാൻ പറ്റിയത്. बाहरी उसको दिखता नहीं है। അത് അകത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആത്മാവുള്ള മനുഷ്യനാണ്. हाँ, अंदरूनी मनुष्य बोलेगा तो आत्मा में आश्रय करने वाला आत्मिक मनुष्य जो आत्मा है। എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ടുള്ള ആ ആത്മീയ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. हाँ, यानी कि पवित्र आत्मा हमारे मनुष्य आत्मा के अंदर आकर निवास कर नियंत्रण करने वाला वो अंदरूनी मनुष्य। അതിന്റെ പുറത്തൊരു മനുഷ്യനുണ്ട്, അതാണ് പ്രാണൻ. हाँ, और उसके बाहर जो मनुष्य है, जो प्राण जो हम कहते हैं, അത് നമ്മുടെ ഉള്ളിലാണ്. वो भी हमारे अंदर है। അപ്പൊ അത് തകർക്കപ്പെടണം. वो टूटना है, അവിടെയാ വിഷയം. वो है विषय। അപ്പോൾ അത് തകർക്കപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും അറിയാം? അവിടെയാ നമുക്ക് എപ്പോഴും യുദ്ധം ഉള്ളതും. तो वो टूटना चाहिए, क्योंकि असली युद्ध अंदर होता है। Praise the Lord. मैं അപ്പോൾ പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ ഉപയോഗിച്ച് കുറച്ച് ഇങ്ങനെ ശരീരം ക്ഷീണിച്ചു കഴിഞ്ഞാൽ ശരീരം ക്ഷീണിച്ചത് കൊണ്ടൊന്നും ആത്മാവിനെ മാത്രം അകത്ത മനുഷ്യൻ ബലപ്പെടുത്തുന്നില്ല. तो इसलिए प्रियो देखो, कुछ लोगों को क्या लगता है बाहरी मनुष्य को तोड़ना है तो उपवास करना पड़ेगा, तपस्या करना पड़ेगा, ऐसा तो शरीर को दुर्बल करना, हमारे ये देह को दुर्बल करने देखते हैं। प्रियो, हमारे देह को दुर्बल करने से अंदर जो मनुष्य बैठा है उसको कुछ नहीं होता है। നിങ്ങൾ ഉപവസിക്കുന്നതാ. हाँ, और उपवास करना ये तो बहुत अच्छी बात है, इसलिए उपवास करना। എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പുറത്തെ മനുഷ്യനല്ല അവിടെ ഉള്ളത്. हाँ, लेकिन उसमें उपवास करने से आप लोग ने जो सोच के रखा है बाहरी मनुष्य कमजोर होगा, उसको कुछ नहीं होगा। Praise the Lord. Praise the Lord. നമ്മളത് ഇതിനു മുമ്പ് പിന്നെ ത്രികാല രക്ഷയിൽ നമ്മൾ പഠിച്ചതായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. इसके लिए ये सब विषय त्रिकाल उद्धार में ये सब विषय लिया है, इसलिए मैं उसका गहराई में मैं नहीं जाना चाहता। ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. आप लोग को याद होगा, मैं विश्वास करता हूँ। അപ്പൊ ഇവിടെ പൗലോസ് തന്നെ 2:4 പറയുന്നുണ്ട്. इधर ही दूसरा कोरिन्थी 4:16 में पौलुस कहता है, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. हाँ, तो दूसरा कोरिन्थी 4:16, 2 कोरिन्थियंस 4:16। इसलिए हम हिवार नहीं छोड़ते, यद्यपि हमारा बाहरी मनुष्यत्व नष्ट होता जाता है तो भी हमारा भीतरी मनुष्यत्व दिन प्रतिदिन नया होता जाता है। ദൈവമക്കളെ, നമ്മള് നമ്മുടെ ഇഷ്ടത്തോടും നമ്മുടെ അഭിലാഷങ്ങളോടും ഒക്കെ ശരിക്കും പോരാടി ജയിക്കണമെങ്കിൽ നമ്മുടെ അകത്ത മനുഷ്യൻ, നമ്മുടെ ആത്മാവിൽ നമ്മൾ ഓരോ ദിവസവും ബലപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കും. इसके लिए प्रिय, हमें प्रतिदिन हमें प्रोत्साहन और उत्तेजना से बलवंत प्राप्त करने का अवस्था में अगर होना है तो हमारा अंदरूनी मनुष्य बलवंत प्राप्त करके बढ़ना है। നമ്മള് നമ്മുടെ ഇഷ്ടങ്ങളിലും അഭിലാഷങ്ങളിലും ജീവിക്കുകയാണെങ്കിൽ ഈ പുറത്തെ മനുഷ്യൻ ബലപ്പെടും. हाँ, अगर हमारा इच्छा, हमारा अभिलाषा, हमारा पसंद से अगर हम जिएंगे तो बाहरी मनुष्य बलवंत प्राप्त करके जिएगा। ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ये सब बातें पहले भी बताया हुआ बातें हैं। ഒരു വീട്ടില് ഒരു കറുത്ത പട്ടിയും ഒരു വെളുത്ത പട്ടിയും. एक बार इसको उदाहरण के लिए, एक बार एक घर में एक सफेद कुत्ता था और एक काला कुत्ता था। അപ്പം ഈ വെളുത്ത പട്ടിക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ അല്പ ഭക്ഷണം കൊടുക്കും. ये गोरे कुत्ते को क्या करते थे, हफ्ते में 1 या 2 बार खाना खिलाता था। ബാക്കി ഈ കറുത്ത പട്ടിക്ക് ഡെയിലി ഇഷ്ടം പോലെ കൊടുക്കുക. और काला कुत्ते को रोज पेट भर के खाना देता है। ഇവര് തമ്മിൽ ഒരു വഴക്കുണ്ടായാൽ ആരെ तो ജയിക്കും? अगर अब ये दोनों में अगर जब युद्ध होगा, झगड़ा करे तो कौन जीतेगा? നിങ്ങൾ നിസ്സന്ദേഹം പറയും അത് കറുത്ത പട്ടി ജയിക്കും. हाँ, आप लोग बिना कोई शक से तुरंत बोल लेगा अरे वो तो काला कुत्ता ही जीतेगा। അപ്പൊ ഇത് തന്നെയാ കുഴപ്പം. നമ്മള് ഈ ആത്മാവിന് വേണ്ടിയ ഭോജനമൊക്കെ ഒരു ഞായറാഴ്ച ഒരു ആരാധനയിലൊക്കെ വിഷമിച്ച് എന്നിട്ട് അല്പമൊക്കെ കൊടുക്കും. ദൈവത്തിന്റെ ഇത് പ്രാപിക്കേണ്ടതൊക്കെ വളരെ അല്പമായിട്ട് പ്രാപിക്കാൻ കഴിയുന്നുള്ളൂ. ബാക്കി ദിവസം മുഴുവനും അല്ലെ ആഴ്ച മുഴുവനും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ നമ്മുടെ അഭിലാഷം നിവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ ഓടുകയാണെങ്കിൽ
ദൈവമുള്ളവരെ ഒരു ആത്മീയ ജീവിതമായ ഒരു ജയാളിയായ ജീവിതമായി തീരുന്നില്ല. इसलिए प्रियो, हफ्ते में एक ही बार अंदरूनी मनुष्य को थोड़ा भोजन खिलाने के लिए आप संगति में आते हैं, रविवार का दिन है बोलकर चलो संगति में जाते हैं बोलकर, वो हफ्ते का 2 घंटा 3 घंटा वो एक दिन में वो सिर्फ हमारा अंदरूनी मनुष्य को, भीतरी मनुष्य को थोड़ा संगति देकर पालन पोषण करने के बाद उसके बाद का बाकी उस दिन का नीचे बाकी का दिन और बाकी हफ्ते का पूरा 6 दिन आप बाहरी मनुष्य के लिए अपना अभिलाषा, अपना सुख विलास, अपने भोग में जीकर बाहरी मनुष्य को आप और बलवंत करते जा रहे हैं. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് എനിക്ക് പ്രാർത്ഥന ഇരുന്നാൽ എനിക്ക് ഏകാഗ്രതയില്ല. इसलिए बहुत लोग क्या बोलते हैं, प्रार्थना करते समय मुझे एकत्र मन नहीं होता, വചനം വായിക്കാനായിട്ട് എനിക്കൊരു വലിയ സന്തോഷം हाँ, തോന്നുന്നില്ല. वचन पढ़ते समय मुझे आनंद नहीं. ഇതെല്ലാം എന്തുകൊണ്ടാണ്? ये सब क्यों है? നമ്മുടെ അകത്ത മനുഷ്യൻ ബലഹീനനാണ്. क्योंकि हमारा अंदरूनी मनुष्य कमजोर है. इसके लिए നമുക്കറിയാലോ, ഒരു എന്തെങ്കിലും പനിയോ എന്തെങ്കിലും അങ്ങനെയൊക്കെ വന്നാൽ ആഹാരം കഴിക്കാനായിട്ടുള്ള ഒരു ഉത്സാഹമില്ല. आप लोग जानते हैं ना, जब हमारे देह में कुछ भी अगर बुखार आ जाता है तो हमको स्वाद नहीं रहता, इसकी वजह से खाना खाने का मन नहीं करता. Praise the Lord. बुखार रहता है नहीं, बुखार रहता है. अब सॉरी, बुखार आते समय में, बुखार आते समय में. Praise the Lord. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതിനോടൊക്കെ പ്രതിബദ്ധമില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഏതെങ്കിലും പാവ വഴിയിലൂടെ നമ്മുടെ പ്രാണനെ സന്തുഷ്ടപ്പെടുത്തി ദൈവത്തിന് അകന്ന് ജീവിക്കുന്നതുകൊണ്ടാണ്. तो इसी तरह आत्मिक बातों में हमको इच्छा नहीं, मन नहीं, वो क्यों है? क्योंकि हमारा प्राण का सुख विलास और शरीर के अभिलाषाओं के पीछे जा रहे हैं, इसलिए आत्मिक बातों में उत्तेजना नहीं. പ്രിയമുള്ളവരെ, ഇന്നും നമുക്ക് എഴുന്നേറ്റതിന് ശേഷം നമുക്ക് ഓരോ കാര്യങ്ങളും ആത്മാ നിറവോടുകൂടി ആത്മാവിന്റെ ശക്തിയോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? इसलिए प्रिय, आज सवेरे उठते ही समय में आज का दिन भी हम लोग आत्मा से बल प्राप्त कर आत्मा की नियुक्ति से सब बातें करने हो पा रहे हैं क्या? നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു. हमारे प्रभु का जीवन कैसा था? നമുക്ക് എല്ലാത്തിലും മാതൃക നമ്മുടെ കർത്താവാണ്. क्योंकि हमारे लिए सबसे बात के लिए आदर्श हमारा प्रभु है. കർത്താവ് 40 ദിവസം ഉപവസിച്ചു. हमारा प्रभु 40 दिन उपवास किया. ഇതെല്ലാം കഴിഞ്ഞിട്ട് ये सब हो जाने के बाद അവിടുന്ന് മടങ്ങിയത് എങ്ങനെയാണ്? वो वापस कैसा गया? നമ്മള് ലൂക്കോസ് 4-ാം അധ്യായത്തിന്റെ 13-14 വാക്യം വായിക്കുമ്പോൾ लूका का पुस्तक उसका 4 का 13 और 14 जब पढ़ते समय में അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവൻ വിട്ടുമാറി യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. हाँ, वहाँ पढ़ेंगे लूका 4 का 13 और 14, लूक चैप्टर 4 वर्स 13 and 14. जब शैतान सब परीक्षा कर चुका तब कुछ समय के लिए उसके पास से चला गया. हाँ, फिर यीशु आत्मा की सामर्थ से भरा हुआ गलील को लौटा. बस आत्मा के सामर्थ से भरा हुआ गलील को लौटा. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവിന്റെ ജീവിതം എപ്പോഴും ആത്മനിറവിൻ ജീവിതവും ആത്മനടത്തിപ്പിൻ ജീവിതമായിരുന്നു. प्रिय, इसलिए प्रभु यीशु मसीह का जीवन का हमेशा वो आत्मा से भरा हुआ जीवन था और आत्मा से चलाए जाने का अनुभव में था. കർത്താവ് എല്ലാ കാര്യങ്ങളും പറഞ്ഞതും ആത്മാവിൽ, ക്രൂശിക്കപ്പെട്ടത് പോലും ആത്മാവിനാണ്. क्योंकि वो प्रभु जो भी बातें बोला वो आत्मा के द्वारा था और क्रूस पे गया भी वो आत्मा की नियुक्ति के द्वारा था. Praise the Lord. Praise the Lord. നമ്മൾ എപ്പോഴും അതുകൊണ്ടല്ലേ റോമർ 8:14 വായിക്കുന്നത്, ആത്മാവിനാൽ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവമക്കളാവും. इसके लिए तो रोमियो 8:14 में हम देखते हैं कि जो भी आत्मा के द्वारा चलाया जाता है वो परमेश्वर के संतान है. അപ്പോൾ നമ്മൾ കർത്താവ് ആത്മാവിനാൽ നയിക്കപ്പെട്ടു, അതും ശക്തിയോടെ, ആത്മാവിന്റെ ശക്തിയോടെ. तो इसलिए हम देखते हैं कि प्रभु जो है आत्मा के द्वारा चलाया जा रहा था और वो भी सामर्थ से भरकर चलाया जा रहा था. അങ്ങനെയുള്ളവര് ഏത് പ്രതികൂലം ഉണ്ടായാലും അവിടെ ക്ഷീണിക്കുന്നില്ല. ऐसे लोग कोई भी अवस्था उनके खिलाफ आएगा तो वो कमजोर नहीं होता. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ विश्वासियों का पिता जो विश्वास का पिता जो अब्राहम है उसके बारे में हम देखते हैं. റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 19-20 വാക്യം വായിക്കുമ്പോൾ रोमियो 9 का उसका रोमियो 4 का 19 और 20 हम पढ़ते हैं. रोमियो 4 का 19-20. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു പോന്നു. വിശ്വാസത്തിൽ അവൻ ശക്തിപ്പെട്ടു. मैं पढ़ेंगे उसका रोमियो 4 का रोमियो चैप्टर 4 वर्स 19-20. वह जो 100 वर्ष का था अपने मरे हुए शरीर और सारा के गर्भों की मरी हुई सी दशा को जानकर भी विश्वास में निर्बल न हुआ और न अविश्वासी होकर परमेश्वर की प्रतिज्ञा पर संदेह किया, पर विश्वास में दृढ़ होकर परमेश्वर की महिमा की. അപ്പോൾ വിശ്വാസത്തിൽ അവൻ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. वहां पर ऐसा आना चाहिए कि विश्वास में वो बलवंत होकर, दृढ़ होकर, बलवंत होकर प्रभु को महिमा किया. അതെ, നമ്മൾ ബലപ്പെടണം. हमें इसलिए बलवंत होना है. നമ്മുടെ അകത്ത മനുഷ്യൻ ബലപ്പെടുക എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിലുള്ള ബലപ്പെടല. क्योंकि हमारा अंदरूनी मनुष्य बलवंत होना या सामर्थ्य पाना मतलब क्या? वो विश्वास में मजबूत होने के बारे में ही है. നമുക്കറിയാം, നമ്മൾ നോക്കിക്കൊണ്ടല്ല, നമ്മൾ വിശ്വാസത്താലാണ് നടക്കുന്നത്. क्योंकि हम लोग देख कर नहीं चलते बल्कि विश्वास से हम चलते हैं. നമ്മുടെ ജീവിതം മുഴുവനും
വിശ്വാസത്തിന്റെ ചുവടുകൾ. क्योंकि हमारे जीवन का हर एक विश्वासी का हर एक जीवन का बात विश्वास से वो चल रहा है അതെല്ലാം ആത്മാവിനെ നടത്തപ്പെടുന്ന ഒരു ശ്രേഷ്ഠമേറിയ അനുഭവം. और वो सब आत्मा के द्वारा चलाया जाने का एक श्रेष्ठ अनुभव है वो। അപ്പോൾ നമുക്ക് ഒരു വ്യക്തിയോട് പാപബോധം വരുത്തണമെങ്കിലും നമ്മൾ ആത്മാവിൽ ശക്തരായിരിക്കണം. उसी तरह हम लोग एक व्यक्ति को अगर हमें पाप का भी अगर बोध ही किसी को दिलाना है तो हम आत्मा में सामर्थ्य होना चाहिए। ജനങ്ങളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാനും നമ്മൾ ആത്മാവിൽ ബലപ്പെട്ടവരായിരിക്കണം. लोगों का गलतियों को एहसास दिलाने के लिए हम लोग आत्मा में बलवंत होना जरूरी है। ഇന്ന് അനേകരും അങ്ങനെ പറയാൻ തന്നെ ഭയപ്പെടുക. കാരണം അവർ ആത്മാവിൽ അവരെ ശക്തിപ്പെടുത്തില്ല എന്നുള്ളതാണ്. आज बहुत सारे लोग दूसरे लोगों का गलतियों को गुनाहों को बताने के लिए डर लगता है क्योंकि वो लोग खुद आत्मा में सामर्थ्य नहीं है इसके लिए। Praise the Lord. Praise the Lord. ഇന്ന് എനിക്കറിയാം, ഇന്നിപ്പോ നമ്മള് യൂട്യൂബിലൂടെ പല കാര്യങ്ങൾ പറയുമ്പോൾ പലർക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നുള്ളതല്ല വിഷയം. हाँ तो देखो अभी मैं YouTube में जो भी बातें बोलते समय बहुत लोगों को बातें पसंद नहीं आता और उनको कभी कभी गुस्सा आता है। तो भले आप लोगों को पसंद आए ना आए विषय वो नहीं है। ദൈവങ്ങളുടെ ദൈവവചനത്തിലെ യഥാർത്ഥ സത്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഹൃദയ ആലോചനയാണ് നിങ്ങൾക്ക് തരുന്നത്. क्योंकि इसलिए प्रभु का इच्छा क्या है, प्रभु का हृदय के आग्रह उनके अंदर की बातें क्या है वो बातें मैं आप लोगों को बता रहा हूँ। കർത്താവിൽ നിന്നും കേട്ടതും കർത്താവ് പറയാൻ കൽപ്പിച്ചതുമായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. प्रभु की ओर से मैंने जो सुना और प्रभु ने जो मुझे आज्ञा दिया बोलने के लिए वही बातें मैं बोल रहा हूँ। Praise the Lord. Praise the Lord. അതുകൊണ്ട് നിങ്ങൾ ഇത് വളരെ ആത്മാർത്ഥതയിൽ തുറന്ന ഹൃദയത്തോടെ ശ്രദ്ധിച്ച് കേൾക്കുക. इसलिए आप लोग आत्मा पूर्वक पूरा खुले मन से आप बातें सुनना। അപ്പോൾ ഒരു വ്യക്തിയോട് നമുക്ക് തെറ്റുകളെ ബോധം വരുത്തണമെങ്കിലും അവിടെയും ആത്മനിറവിന്റെ ആവശ്യം. उसी तरह एक व्यक्ति का अगर गलतियों का अगर एहसास दिलाना है, उनको बोध दिलाना है तो भी उसमें वो व्यक्ति आत्मा से सामर्थ होना जरूरी है। നമ്മൾ മീഖയുടെ പുസ്തകം 3-8 വാക്യം വായിക്കുമ്പോൾ മീഖ പ്രവചനം 3:8 मीका का पुस्तक 3:8 में हम पढ़ते हैं। मीका 3:8 എങ്കിലും ഞാൻ യാക്കോബിനോട് അവന്റെ അതിക്രമവും ഇസ്രായേലിനോട് അവന്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന് യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. पढ़ेंगे मीका चैप्टर 3:8 परंतु मैं तो यहोवा की आत्मा से शक्ति, हाँ। न्याय और पराक्रम पाकर हाँ। परिपूर्ण हूँ कि मैं याकूब को उसका अपराध और इस्राएल को उसका पाप जता सकूं। കണ്ടോ? അപ്പോൾ ഇവിടെ യാക്കോബിനോട് അല്ലെങ്കിൽ ഇസ്രായേലിനോട് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട് പറയുന്ന കാര്യമാണ്. ആ ജനത്തോട് അവരുടെ പാപത്തെ കുറിച്ച് ബോധം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ദൈവാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടണം. तो यहाँ पर याकूब के लोग, याकूब यानी कि इस्राएल के लोग, इस्राएली लोगों को उनका पाप और अधर्म की बातें अगर उनको बताना है, उनको समझाना है, एहसास दिलाना है तो मैं पवित्र आत्मा का सामर्थ्य से बढ़कर ये किया है करके कहता है। പലർക്കും പല അവസ്ഥകൾ കാണുമ്പോൾ അവർ ഭയപ്പെട്ടു പോകും. कभी भी कुछ लोगों को उनका कुछ अवस्था परिस्थिति देखकर वो लोग डर जाते हैं, അവർക്ക് സത്യം വിളിച്ചു പറയാൻ കഴിയുന്നില്ല. जिसकी वजह से सत्य को पुकार कर बोलने उनको होता नहीं है। എന്നാൽ ആത്മനിറവുള്ള ഒരു വ്യക്തിക്ക് പരിസ്ഥിതിയെ അവൻ നോക്കിയില്ല. അവൻ കർത്താവിനെ നോക്കി കർത്താവിൽ ആശ്രയിച്ച് ആത്മശക്തിയോട് കൂടി അവനെ പ്രസ്താവിക്കും. क्योंकि लेकिन जो आत्मा में भरा हुआ व्यक्ति रहेगा वो बाहर का परिस्थिति या लोगों का अवस्था नहीं देखता, बल्कि वो परमेश्वर की ओर देखते हुए, प्रभु को ओर देखते हुए सत्य को घोषणा करेगा। നമുക്കറിയാം, നമുക്ക് ഒന്നാമത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസിനെ കുറിച്ച് കാണുമ്പോൾ हम लोग जब पहला शहीद हुआ जो स्टेफानोस के बारे में कहता है, നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 7:51 മുതൽ 53 വരെ വായിക്കുമ്പോൾ प्रेरितों का कार्य उसका 7वां अध्याय उसका 51 से लेकर 53 तक, एक्ट्स चैप्टर 7 वर्स 51 to 53 ദൈവവചനത്തോട് മറുതലിക്കുന്ന ജനത്തെ നോക്കിക്കൊണ്ട് ധൈര്യമായിട്ട് ആത്മാവിൽ നിറഞ്ഞ് അവിടെ സ്തെഫാനോസ് പറയുകയാണ്. वहां पर देखो जो लोग प्रभु के खिलाफ बलवा करने वाले लोगों को स्तेफानोस धैर्य से देखकर 51 से 53 में वो कहता है, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുൻ അറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരും ആയിത്തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക. यहाँ पर एकदम शक्त रीति से आपने चेतावनी देकर लोगों को अपने गलतियों का एहसास दिलाकर कहता है, पढ़ेंगे। हे हठीले और मर्ण और कांड के खतना रहित लोगों, हाँ। तुम सदा पवित्र आत्मा का विरोध करते हो। जैसा तुम्हारे बाप दादा करते थे वैसा ही तुम भी करते हो। भविष्य वक्ताओं में से किसी को तुम्हारे बाप दादा ने नहीं सताया। उन्होंने उस धर्मी के आगमन का पूर्व काल से संदेश देने वाले को मार डाला और अब तुम भी उसे पकड़वा कर और मार डालने वाले हुए। तुमने स्वर्गदूतों को द्वारा ठहराई हुई व्यवस्था को पाई परंतु उसका पालन नहीं किया।
അപ്പൊ ഇത് പറഞ്ഞ് കേട്ടപ്പോഴത്തേക്കും ആ കേട്ടവർക്ക് എന്നാ ഉണ്ടായേ? तो ये सब बातें जो सुन रहे थे, जिनको सुना रहा था, वो सुनने वाले लोगों को क्या हुआ? 54 വായിക്കുന്നു, ഇത് കേട്ടവർ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. हाँ 54 पढ़ेंगे. ये बातें सुनकर वे जल गए और उस पर दांत पीसने लगे. हाँ मतलब वो गुस्से से वो लोग को दांत पीसने लगे. അപ്പൊ അവര് പല്ല് കടിക്കുന്നു. वो लोग दांत पीस रहे हैं. ഇവിടെ പറയുന്ന സ്തെഫാനോസിന്റെ അനുഭവം എന്താണ്? और लेकिन और ये बोलने वाला स्तेफानोस का अनुभव क्या था? 55 വാക്യത്തിൽ പറയുന്നു, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. ശക്തിയോടെ താൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ഉയരങ്ങളിലേക്ക് നോക്കി കർത്താവിനെ കണ്ടുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും. 55 पढ़ेंगे अगला वाक्य. परंतु उसने पवित्र आत्मा से परिपूर्ण होकर स्वर्ग की ओर देखा और परमेश्वर की महिमा को और यीशु को परमेश्वर की दाहिनी ओर खड़ा हुआ देखकर. हाँ तो वहाँ उधर क्या हो गया? स्तेफानोस जो आत्मा से भरा हुआ था, वो सब बातें उसने बोलने के बाद आत्मा से और वो भरकर वो स्वर्ग की ओर देखा कि किस तरह प्रभु यीशु मसीह परमेश्वर के दाहिनी ओर खड़ा है करके ये सब बातें वो देख रहा था. നമുക്കറിയാം ആ നാളുകളിൽ അവര് ഈ ക്രിസ്തീയ മാർഗത്തിനെതിരെ ശക്തമായിട്ട് യഹൂദന്മാർ നിന്നു. देखो उस दिनों में उस दिन का अवस्था क्या था? ये मसीही मार्ग या फिर मसीही लोगों के खिलाफ यहूदी लोग बहुत शक्ति रीति से खड़ा था. അവിടെ നമ്മള് അതിന്റെ 6-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെ വായിക്കുമ്പോൾ उसका 6वां अध्याय 8 से 10 हम पढ़ते समय में प्रेरितों का कार्य 6 का 8 से 10. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബത്തീനർ എന്ന് പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലീക്കിയ, ആസിയ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ അത്രമാത്രം ശക്തിയോടെ അവരോട് ഈ കാര്യങ്ങൾ പറയുവാനിടയായി. पढ़ेंगे Acts chapter 6 verse 8 to 10. स्तेफानोस अनुग्रह और सामर्थ से परिपूर्ण होकर लोगों में बड़े बड़े अद्भुत काम और चिन्ह दिखाया करता था. तब उस आराधनालय में से जो लिबियातोनी और कहलाती है और कुरेनिया और सिकंदरिया और किलिकिया और एशिया के लोग में से कई एक उठकर स्तेफानोस से वाद विवाद करने लगे. परंतु उस ज्ञान और उस आत्मा का जिससे वह बातें करता था वे सामना न कर सके. तो देखो स्तेफानोस कितना आत्मा के सामर्थ और प्रभावशाली आत्मा से भरकर वो कार्य करके बात बोलने लगा. പ്രിയമുള്ളവരെ, ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ടാൽ പ്രതികൂലം എത്ര വലുതാണെന്ന് കണ്ടാലും ഭയപ്പെടുകയില്ല. क्योंकि आत्मा के सामर्थ से भर गया रहेगा तो सामने प्रतिकूल कितना भी बातें हमारे खिलाफ आएगा उससे घबराएगा नहीं और सामर्थ्य से कार्य करेगा. Praise the Lord. Amen. ഇതാ ദൈവാത്മാവിന്റെ ശക്തിയുടെ മഹത്വം. यही तो है प्रभु का आत्मा से सामर्थ पाने का महत्व. നമുക്കറിയാം, പെന്തക്കോസ്ത് നാളില് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പ്രാപിച്ച ശേഷം ശിഷ്യന്മാരുടെ എല്ലാ അവസ്ഥ ഇത് തന്നെയായിരുന്നു. देखो प्रियो, जब पेंतकोस्त के दिन में जब चेले लोग आत्मा प्राप्त करने के बाद उसमें बलवंत होकर सभी चेलों का अवस्था ऐसे ही था. നമുക്കറിയാം, പത്രോസിന്റെ ഒന്നാമത്തെ പ്രസംഗം നോക്കിയാൽ पत्रोस का पहला प्रचार जब आप देखेंगे, നമ്മൾ 2:36 എല്ലാ വാക്കുകളും വായിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാം. सब वाक्यों को सब लेना नहीं चाहता, बीच बीच का बातें हैं. उसको प्रेरितों का कार्य 2 का 36 में हम पढ़ते हैं. Acts chapter 2 verse 36 में നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ക്രൂശിച്ച എന്ന് പറയാൻ അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അവരുടെ നേരെ കൈവിരൽ ചൂണ്ടിക്കൊണ്ടാണ് പത്രോസിലൂടെ ധൈര്യമായിട്ട് ആത്മനിറവിൽ പറയുന്നത്. पढ़ेंगे 36 में. अतः इस्राएल का सारा घराना निश्चित रूप से जान ले निश्चित रूप से तुम जान ले कि परमेश्वर ने उसी यीशु को जिसे तुमने क्रूस पर चढ़ाया प्रभु भी ठहराया और मसीह भी. हाँ तो हे इस्राएल के घरानों, तुम लोग निश्चित ये जान लो, उंगली उठाकर उसको कहते हैं तुमने जिस यीशु को तुमने क्रूस पर चढ़ाया, मतलब उनको उंगली दिखाकर उनका गलतियां सबके सामने पत्रोस वहां पर बता रहा है. അവിടെ വലിയ അധികാരമാരോ പുരോഹിതന്മാരോ അവിടുത്തെ സന്നിധി സംഘം എന്നൊക്കെ പറയാ അന്നത്തെ ഹൈക്കോർട്ടാണ്. അവരോടൊക്കെ ഇങ്ങനെ പറയണമെങ്കിൽ പ്രിയമുള്ളവരെ ആത്മനിറവിൽ ആത്മാവിന്റെ ശക്തിയില്ലാതെ കഴിയുമോ? प्रियो, अगर जरा सोचो कि उधर उधर लोग जब इकट्ठा होकर, साधारण लोग नहीं है, बड़े बड़े अधिकारी यहूदी लोगों का सनिधि जो झुंड बोलते समय वो लोग छोटे लोग नहीं है. यहूदियों का सारा व्यवस्था, सारा बातें, अधिकार वो सनिधि को जो झुंड निर्णय करते हैं, उन लोगों के सामने इस तरह उंगली उठाकर गलतियां बताकर धैर्य से बोलना हो तो आत्मा के समाज के बगैर होगा क्या? വീണ്ടും നമ്മള് അതിന്റെ 4-ാം അധ്യായം 8 മുതൽ 10 വരെ വായിക്കുമ്പോൾ वापस हम लोग उसका अध्याय 4 का 8 से 10 जब हम पढ़ते हैं, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം അവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ
അവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. എത്ര ശക്തമായിട്ടാണ് പത്രോസ് ഇവിടെ പ്രസ്താവിക്കുന്നത് നോക്കുക. Acts chapter 4 verse 8 to 10. तब पतरस ने पवित्र आत्मा से परिपूर्ण होकर उनसे कहा, हे लोगों के सरदारों और पुरनियों और इस दुर्बल और मनुष्य के साथ जो भलाई की गई है, यदि आज हमसे उसके विषय में कुछ पूछताछ की जाती है कि वह कैसा अच्छा हुआ, तो तुम सब और सारे इस्राएल लोग जान लो कि यीशु मसीह नासरी के नाम से जिसे तुमने क्रूस पर चढ़ाया और परमेश्वर ने मरे हुए में से जिलाया, ये मनुष्य तुम्हारे सामने भला चंगा खड़ा है। तुम लोग सब लोग ये जान लो कि यीशु मसीह के नाम से ये हुआ, ये चंगा हुआ। तुम सब लोग जानो, मतलब सब प्रमाणियों अधिकारी को उंगली उठाकर वो कह रहा है, നിങ്ങൾ ക്രൂശിച്ച യേശു, तुम लोग ने क्रूस पे चढ़ाया ये यीशु ने, यीशु के नाम से। നിങ്ങളാണ് ക്രൂശിച്ചത്. क्योंकि तुम लोग है ये यीशु को क्रूस पे चढ़ाया। ആ നിരപരാധിയായ കർത്താവ്, वो बेकसूर प्रभु, Praise the Lord. Praise the Lord। നോക്കണം ദൈവമക്കളെ, എത്ര ധൈര്യമായിട്ടാണ്. जरा सोचो कितना धैर्य और हिम्मत से पत्रोस सबके सामने कह रहा है। അവർ തന്നെ പറയുകയാണ് ഇതിന്റെ 13-ാം വാക്യത്തില്, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യനുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് അവർ അറിഞ്ഞു. वाक्य 13 पढ़ेंगे, वही 4 का 13। जब उन्होंने पतरस और यूहन्ना का साहस देखा और ये जाना कि ये अनपढ़ और साधारण मनुष्य है, तो निश्चय किया। फिर उनको पहचाना कि यीशु के साथ रहते हैं। പ്രിയമുള്ളവരെ, നമ്മളിവിടെ എല്ലാം കാണുന്നത് എന്താണ്? तो ये सब वाक्य में हम क्या देखते हैं प्रिय? വളരെ അവര് ആത്മാവിന്റെ ശക്തിയോടെ അവർ കർത്താവിനെ ഉയർത്തി കാണിച്ചു. बोलो आत्मा से एकदम सामर्थ पाकर प्रभु को लोग ने ऊंचा उठाया। നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒന്ന് നമ്മൾ കർത്താവിനാൽ നിയോഗം പ്രാപിച്ചും അത് ആത്മാവിനാൽ ചെയ്യണം. ഇതാണ് ദൈവം तो ആഗ്രഹിക്കുന്നത്. इसके लिए सबसे पहली बात, हमें प्रभु के लिए कुछ भी कार्य करते समय में आत्मा से नियुक्ति पाकर आत्मा के सामर्थ की आत्मा की ओर से करना है। ഞാൻ ഇവിടെ ഒരു കാര്യം ഓർപ്പിക്കാം. मैं एक बात याद दिलाना चाहता हूँ। നമ്മൾ വളരെ ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിന്റെ ശക്തിയോടെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ ശത്രുക്കൾ ഒരു പ്ലാൻ വെച്ച്. तो इसलिए जरा एक बात समझना, ये तत्व समझना है कि जब हम लोग आत्मा से भरकर, आत्मा से परिपूर्ण होकर, सामर्थ पाकर जो भी कार्य हम लोग करने के लिए शुरू करते या करते रहते हैं, तुरंत शैतान और हमारे शत्रु लोग क्या करेंगे, उसके खिलाफ कार्य करने के लिए वो लोग कुछ प्लानिंग बनाते हैं। കാരണം ഈ ശത്രുവിനറിയാം ഇത് ഈ മനുഷ്യരുടെ ശക്തിയോടൊന്നും അല്ല ഇവർ ചെയ്യുന്നത്. क्योंकि शत्रु जानता है कि ये हम लोग मनुष्य के सामर्थ्य बलबूते से नहीं कर रहा। അപ്പോൾ അവന്റെ ശ്രമം മുഴുവനും എന്താണ് ഇവരുടെ ശക്തിയുടെ സ്രോതസ്. इसलिए इसलिए शत्रु हमेशा ये कोशिश करता है कि उनके सामर्थ्य के पीछे वो स्रोता कहां से उनको उत्पन्न हुआ देखता है। എങ്ങനെ ഈ സ്രോതസ്സിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും, നഷ്ടപ്പെടുത്താൻ കഴിയും. किस तरह ये श्रोता से आया हुआ सामर्थ्य को उसको खो सके, उसको बंद कर सके, उसको तोड़ सके, ये देखता है। ഇന്ന് ആത്മീയ ജീവിതത്തിൽ അനേകരും താളടിയാകാൻ കാരണം ശത്രു അവരുടെ ജീവിതത്തിന്റെ വിജയ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ കയറി അവൻ എന്ത് ചെയ്തു, അവൻ എന്ത് ചെയ്തു, കെണിയൊരുക്കി അവരെ വീഴ്ചു. तो देखो आज बहुत से विश्वासी लोगों के जीवन में जो अच्छा प्रभाव से कार्य किया लेकिन आगे चलकर गिर जाते हैं। ऐसा क्यों होता है? क्योंकि शत्रु हमेशा ये लोगों के अंदर जो प्रभाव से कार्य करने वाले लोगों को उनका श्रोता कहां से, वो लोग किस रीति से सामर्थ पाते, ये बात जानकर उसी सामर्थ के खिलाफ कार्य करने के लिए जाल और फंदा वो लोग डालकर वो विश्वासी को गिराने देखता है। ഒരു വ്യക്തി പിന്നെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും തകർക്കുവാനാണ് ശത്രു കെണിയൊരുക്കുന്നത്. क्योंकि एक विश्वासी किसी भी रीति से अगर प्रभु के लिए उपयोगी पात्र बन रहा है, अगर वो मालूम पड़ गया तो उसको कैसा गिरा है वो फंदा डालने के लिए देखते रहता है। നമുക്കറിയാം, ഞാൻ അതിന് ഒരു പഴയ നിയമത്തിൽ ഒരു ചെറിയൊരു നമുക്ക് ആത്മീയമായിട്ട് ഒരുപാട് വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. हाँ, इसके लिए मैं उसको वो बात आत्मिक रीति से समझने के लिए पुराना नियम से मैं एक वाक्य लेना चाहता हूँ। അത് മറ്റാരുമല്ല, ശിംശോന്റെ ജീവിതം. और ये मैं किसी और का नहीं, हमारा शिमशोन के बारे में ये हो। അപ്പോൾ നമ്മൾ ന്യായാധിപന്മാർ 16-ാം അധ്യായം നോക്കിക്കഴിഞ്ഞാൽ न्याय का पुस्तक उसका 16 अध्याय, जजेस चैप्टर 16। അപ്പോൾ അവിടെ ഫിലിസ്ത്യരെ ഇവരെ എങ്ങനെയൊന്ന് ഒതുക്കാം, ഇവരെ എങ്ങനെയൊന്ന് തകർക്കാം എന്ന ഒരു പദ്ധതി ഉണ്ടാക്കുക. तो वहां पर फिलिस्तीन के लोगों ने क्या किया, किस तरह शिमशोन को पकड़े, इसको कमजोर करे, गिरा दे करके ये बात वो लोग प्लानिंग कर रहे हैं। അപ്പോൾ ഈ ശിംശോന്റെ ജീവിതത്തില് ഒരു വലിയ ഒരു വീഴ്ച അവർ കണ്ടുപിടിച്ചു. जिसकी वजह से अभी वो लोग को मालूम, शिमशोन के जीवन में गिराने के लिए एक बहुत बड़ा गिरावट का रास्ता उन्होंने ढूंढा। അവൻ അരുതാത്ത ഒരു കൂട്ടിൽപ്പെട്ടു. वो जो संगति नहीं करना चाहिए था, ऐसा एक संगति में वो चला गया। അതാണ് നമ്മൾ 16-ാം അധ്യായത്തിന് 4 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അതിന്റെ 6 വരെ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. वो 16 का 4 से 6 जब पढ़ेगा तो हमें मालूम पड़ेगा। न्याय का पुस्तक 16 का 4 से 6। അവൻ ദലീല എന്നു പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന്
അപ്പോൾ നീ അവനെ വശീകരിച്ച് അവന്റെ മഹാശക്തി ഏതിൽ എന്ന് ഞങ്ങൾ അവനെ പിടിച്ചു കെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കുമെന്നും അറിഞ്ഞുകൊള്ളുക. ഞങ്ങൾ ഓരോരുത്തർ 1100 വെള്ളിപ്പണം വീതം നിനക്ക് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? ഏതിനാൽ നിന്നെ ബന്ധിക്കാം, ഒതുക്കാം, എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. पढ़ेंगे जजेस चैप्टर 16 वर्स 4 to 6. इसके बाद वह सारोक नामक घाटी में रहने वाली दलीला नामक एक स्त्री से प्रीति करने लगा. तब पलिश्तियों से सरदार ने उस स्त्री से पास जाकर कहा, तुम उसको फुसलाकर पूछ कि उसके महाबल का भेद क्या है और कौन सा उपाय करके हम उस पर ऐसे प्रबल हो कि उसे बांध कर दबा रखे. तब तुझे 1100 टुकड़े चांदी देंगे. तब दलीला ने शिमशोन से कहा, मुझे बता कि तेरे बड़े बल का भेद क्या है और किस रीति से कोई तुझे बांध कर दबा रख सकता है. അപ്പോൾ ഇവള് എങ്ങനെയെങ്കിലും ഇവന്റെ ഈ ശക്തിയുടെ രഹസ്യം അറിയാനായിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. तो इसके लिए अभी ये दलीला शिमशोन का सामर्थ का पीछे का रहस्य क्या है, बल का रहस्य क्या है, अलग अलग तरीके से पूछने लगी. അപ്പൊ ഇവൻ ഇങ്ങനെ ഓരോ അടവുകൾ പറഞ്ഞിട്ടുണ്ട്. तो हर एक सब बार वो एक बहाना बताया, अलग अलग बातें बताता रहा. എന്നിട്ട് ഇവള് അകത്ത റൂമിൽ ഫെലിസ്തരെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. और फिर इसने क्या किया, फिलिस्ती लोगों को, अधिकारियों को, कुछ लोगों को अंदर अपने ही घर में छुपा के रखी है. എങ്ങനെയെങ്കിലും ഒതുക്കാൻ കഴിഞ്ഞാൽ ഇവനെ പിടിച്ച് കെട്ടിയിട്ട് കൊണ്ടുപോകണം. क्योंकि कैसा भी उसको पकड़ के गिराने का अगर रहस्य मालूम पड़ गया तो तुरंत वो करके उसको बांध कर फिलिस्तीन में लेके जाना है. അപ്പൊ ഇവൻ പറയുന്ന രീതിയിലൊക്കെ ഇവള് പരീക്ഷിച്ചു, കയറുകൊണ്ട് കെട്ടി നോക്കി, എന്നിട്ട് പറഞ്ഞു ശിംശോൻ ഇതാ ഫെലിസ്തർ വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഉടനെ തന്നെ എഴുതി കുട്ടിച്ചോളൂ. हाँ तो देखो, तो इसने बहुत बार किया. पहले एक बार रस्सी से बांधा, बहुत सारे कार्य किया, और रस्सी से बांध देने के बाद देखो फिलिस्तीन लोग आ रहे करके बोलो तो आसानी से उसने रस्सी को तोड़कर सब फिलिस्तीन को हराया. നിങ്ങൾക്ക് അവിടെ സംഭവമൊക്കെ അറിയാം. ये सब घटनाएं आप लोग जानते हैं. എന്നാൽ അവസാനം ഇവള് അവനോട് നീ ഒരുപാട് കള്ള സ്നേഹം കാണിച്ച് അവനെ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് വിഷമിപ്പിച്ചു. हाँ, उसके बाद देखो वो फिर दलीला ने क्या किया, उसको बहुत से बातें ऐसा वो घबराते हुए निराश हो गए, तुम मुझसे प्रेम करते हो कि ऐसा है क्या, वैसा है क्या बोलकर एक इमोशनल रीति से उसको दुखी कराने का कार्य बातें करने लगी. അവിടെ നമ്മൾ വായിക്കുന്നതിന്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസനപരവശനായി തീർന്നിട്ട് തന്റെ ഉള്ളം മുഴുവൻ അവളെ അറിയിച്ചു. हाँ, उसका पढ़ेंगे उसका 16 का 16 और 17 का शुरुआत का भाग. इस प्रकार जब उसने हर दिन बातें करते करते उसको तंग किया और यहाँ तक हट किया कि उसकी नाक में दम आ गया, तब उसने अपने मन का सारा भेद खोलकर उसे कहा. हाँ, एक्चुअली वैसा आना चाहिए कि बहुत बोल के तंग कर करके उसका प्राण को इतना दुख और वेदना दिया कि वो सुनकर शिमशोन सुनकर ही मर जाता था. उतना दर्द और वेदना में गया. അപ്പോൾ ഈ ശിംശോൻ ഒരു നാസിറായിരുന്നു. तो आप देखते हैं कि जो शिमशोन जो है वो नासिर का व्यवस्था का पालन करता है. അവന്റെ മുടി ഒരിക്കലും വെട്ടാൻ പാടില്ല. उसका बाल कभी काटना नहीं चाहिए. എന്നാൽ ഇവിടെ ഈ സത്യം എല്ലാം പറഞ്ഞു. लेकिन उसने क्या किया, वाक्य 17 में वो सारा भेद उसने बता दिया. ഇത് എല്ലാം പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ये सब बातें वो सुनकर उसको मालूम पड़ा तो അവൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? उसने क्या किया, അവൾ ഈ ശിംശോനെ അവളുടെ മടിയിൽ ഉറക്കി. उसने क्या किया, शिमशोन को अपने उसके कंधे पे उसको अपने बाहों में उसको सुलाया. നമുക്കറിയാം അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ उसका 19 में हम देखते हैं, അവൾ അവനെ മടിയിൽ ഉറക്കി ഒരാളെ ഏൽപ്പിച്ച് തലയിലെ ജട 7 കത്തിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവന്റെ ശക്തി അവനെ വിട്ടുപോയി. हाँ पढ़ेंगे 19 पढ़ेंगे. तब उसने उसको अपने घुटनों पर सुला रखा और एक मनुष्य बुलवाकर उसके सिर के सातों लटे मुंडवा डाली और वह उसको दबाने लगी और वह निर्बल हो गया. हाँ, അപ്പോൾ ഇതുവരെയും ശിംശോൻ ചിന്തിച്ചത് ഇനി എന്തൊക്കെ വന്നാലും എനിക്ക് ശക്തിയുണ്ട്, ഞാൻ ഒരിക്കലും എന്നെ ശത്രുക്കൾക്ക് താർക്കാൻ കഴിയില്ല എന്നൊക്കെ താൻ ചിന്തിച്ചു. तो तब तक शिमशोन यही सोच रहा था कि मैं बहुत बलवंत सामर्थ्य है, मेरा शत्रु मुझे कभी पकड़ नहीं सकता. उस अवस्था में वो बोध में रहा. എന്നാൽ ഇവിടെ ദലീല ഭയങ്കരമായി അവനെ ചതിച്ചു. लेकिन यहाँ पर हम देखते हैं दलीला ने उसको बहुत ही अद्भुत रीति से उसको धोखा दिया. അതിന്റെ 20-21 വായിക്കുമ്പോൾ അവൾ പറഞ്ഞു, ഫെലിസ്തർ ഇതാ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് പണ്ടത്തെ പോലെ ഒന്ന് കുടഞ്ഞു നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. കാരണം അവനെ ഫെലിസ്തരെ പിടിക്കുവാനും അവന്റെ ബലം നഷ്ടപ്പെട്ടതുകൊണ്ട്
ഫെലിസ്തർ പിടിക്കുവാനും പിടിച്ചിട്ട് ഉടനെ എന്ത് ചെയ്തു? അവന്റെ കണ്ണു കുത്തി പൊട്ടിച്ചു. तो वहां पर देखो 20 और 21 में पढ़ते समय में, क्योंकि दलीला ने उसका बाल काट दिया था, उसका सामत उसको छोड़ गया था, और फिर वो तो जब फिलिस्ती लोग आ रहे करके बोला तो सिमसोन को उठकर वो पहला जैसा पराक्रमी शक्ति से इस्तेमाल करने की कोशिश किया, लेकिन नहीं हो पाया क्योंकि वो कमजोर हो गया, बल उसमें नहीं था। तुरंत फिलिस्ती लोगों ने उसको पकड़ा। पकड़ने के बाद पहला काम क्या किया? 21 में हम पढ़ते कि उसका आंखों को निकाल दिया। പ്രിയമുള്ളവരെ, ഒരുത്തൻ വീണ് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവന്റെ ആ നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെടും. हाँ, क्योंकि प्रिय एक व्यक्ति जब गिर जाता है तो सबसे पहला उसको आत्मिकता की ओर या स्वर्ग की बात का जो दर्शन की बात है, वो बात का नजरिया वो खो बैठता है। Praise the Lord. Praise the Lord. ഇവിടെ ഇതാ ശിംശോൻ ഒരു സാധാരണക്കാരനെ പോലെ ആയി. यहाँ पर देखो सिमसोन एक साधारण मनुष्य के समान बन गया। അവൻ ശത്രുവിന്റെ മാവ് പൊടിക്കുക. ഇപ്പോൾ वो अभी वो क्या कर रहा है? वो शत्रुओं का वो अभी हल चला रहा है। अपने 21 അവസാനം हाँ, उसका അവൻ 21 का आखिरी भाग पढ़ना। हाँ, കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. हाँ, 21 का आखिरी भाग पढ़ना। वो जंजीर में था और चक्की पीस रहा था। वो बंदीगृह में चक्की पीसने लगा। बंदीगृह में चक्की पीसने लगा। നോക്കണേ, എന്ന് പറഞ്ഞാല് എത്രമാത്രം ശത്രു ഉപയോഗിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മാറി. जरा देखो, शत्रु के लिए इस्तेमाल हो जाए उस रीति का अवस्था में समसोन बन गया। നമ്മള് നമ്മുടെ ശക്തി ക്ഷയിച്ചാൽ ശത്രുവിനെ നമ്മളെ പല നിലകളിലും നമ്മളെ നഷ്ടമാക്കാൻ കഴിയും. यस, क्योंकि अगर हमारा बल कमजोर हो जाएगा या फिर खत्म हो जाएगा तो शैतान हमें उसके लिए बहुत कार्य के लिए इस्तेमाल करेगा। നമ്മൾ ആവർത്തന പുസ്തകം 25 अध्याയം 17 18 വാക്യം വായിക്കുമ്പോൾ हम लोग व्यवस्था विवरण उसका 25वां अध्याय उसका 16-17 पढ़ते समय में 25 का 16-17 व्यवस्था विवरण। क्योंकि ऐसे कामों में जितनी कुटिलता करते हैं वे सब तेरे परमेश्वर यहोवा की दृष्टि में घृणित है। स्मरण रख कि जब तू मिस्र से निकाल कर आ रहा था तब अमालेक ने तुझसे मार्ग में क्या किया। आगे भी अर्थात उसको परमेश्वर का भय न था, इस कारण उसने जब तू मार्ग में थका मांदा था तब तुझ पर चढ़ाई करके जितने निर्बल होने के कारण सबसे पीछे थे उन सबों को मारा। നോക്കണ്ടോ, നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനരെയൊക്കെയും സംഹരിച്ചു. क्योंकि तुम में से जो कमजोर थे और जो कमजोर थे उन लोगों को पीछे से उन लोगों को पकड़कर कमजोर वाले लोगों को पहला लोगों को पकड़ के गिराया। അപ്പോൾ ശത്രു എന്ത് ചെയ്തു? तो शैतान पहला क्या किया? നമ്മൾ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ ശത്രുവിന് നമ്മളെ തകർക്കുവാൻ അവസരം നമ്മൾ കൊടുക്കുക. हम लोग जब गिरे हुए कमजोर अवस्था में रहते समय में हम शैतान को मौका दे रहा, हमें पकड़कर बंदीगृह में डालने के लिए। ദൈവമക്കളെ, നാം എങ്ങനെയായിരിക്കണം? इसलिए प्रिय हमें कैसा होना चाहिए? നാം ഓരോ ദിവസവും ശക്തി പ്രാപിക്കണം. हम लोग एक एक दिन हमें बलवंत होते जाना है। ശക്തി പ്രാപിക്കാനുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ നിർത്താം. बलवंत प्राप्त करने या सामर्थ प्राप्त करने का कुछ बातें मैं फटाक से बताना चाहता हूँ। നമ്മൾ ഏശയ്യാ പ്രവചനം 40 അധ്യായത്തിന്റെ 26 മുതൽ 31 വരെ വായിക്കുമ്പോൾ, വായിക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോകാം. हाँ, एशिया का पुस्तक उसका 40 का 21 से 31 जब पढ़ते समय में पढ़ना जरूरत नहीं है, मैं फटाक से बोलता हूँ। एशिया 40 का उसका 26 से 31 तक 26 से उधर हम पढ़ते हैं कि यहोवा का इंतजार करना। യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. जो यहोवा को इंतजार करता है वो सामर्थ को नया पाता है। നമ്മൾ മീഖാ പ്രവചനം 7:7 और मीका का पुस्तक 7 का 7 में भी जब हम पढ़ते हैं, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്വല്പം സമയം കുറവായതുകൊണ്ട് വേഗം പോകാൻ ആഗ്രഹിക്കുന്നു. अभी क्योंकि हमारे पास समय नहीं है बोलने की, इसलिए फटाक से मैं पढ़ाना चाहता हूँ। അപ്പോൾ യഹോവയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. जो यहोवा जो अपना उद्धार करता है, यहोवा को जो इंतजार करता है वो नया हो जाता है। അവൻ ശക്തിയെ പുതുക്കും. वो यानी अपना बल को नया पाता है। നമ്മള് സങ്കീർത്തനം 40 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ, भजन संगीता 40 का 1 से 3 जब हम पढ़ते हैं, നിങ്ങൾക്ക് പ്രയാസം തോന്നുമോ? आप लोगों को तकलीफ हो रहा है क्या? നിങ്ങൾ ഈ വാക്യങ്ങൾ എടുത്ത് വായിക്കുമോ? आप लोग ये सब वाक्य पढ़ना। പിന്നെ അവിടെ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശപരമായ കുഴിയിൽ നിന്നും കുടിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. എന്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. 40 का 1 से 3 जल्दी पढ़ना। मैं धीरे से यहोवा की बाट जोता रहा और उसने मेरी ओर झुककर मेरी दुहाई सुनी। उसने मुझे सत्यानाश के गड्ढे से और दलदल की कीस में से उबारा और मुझको चट्टान पर खड़ा करके मेरे पैरों को दृढ़ किया है। उसने मुझे एक नया गीत सिखाया और जो हमारे परमेश्वर की स्तुति का है। बहुत तेरे ये देखकर डरेंगे। അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. तो एक बात हमें समझना है, നമ്മൾ കർത്താവിനെ കാത്തിരിക്കുന്നുവെങ്കിൽ हम लोग जब प्रभु का जब इंतजार करते हैं, നമ്മൾ ശക്തിയെ പുതുക്കും. हम लोग अपना बल को हम लोग नया करते हैं। രണ്ടാമത് നമ്മൾ വായിക്കുന്നത്, दूसरा आप देखते हैं ഇയ്യോബ് 1:17 ईयोब का पुस्तक 17 का 9 में हम पढ़ते हैं। അതിന്റെ അവസാന ഭാഗം ബി പാർട്ട്, उसका आखिरी भाग में हम पढ़ते हैं। കൈവെടിപ്പുള്ളവൻ മേൽക്ക് മേൽ ബലം പ്രാപിക്കും. आप पढ़ेंगे। और शुद्ध काम करने वाले सामर्थ पे सामर्थ पाते जाएंगे।
അപ്പോൾ കൈവെടുപ്പുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല അല്ലെങ്കിൽ സൽപ്രവർത്തികൾ ചെയ്യുന്നവൻ ബലം പ്രാപിക്കുന്നു यानी मतलब कहने का उद्देश्य है कि जो भला कार्य करते रहता है वो और सामर्थ्य सामर्थ प्राप्त करते रहता है। മലയാളത്തിൽ അത്ര ക്ലിയർ അല്ല. मलयालम में उतना क्लियर नहीं है तो भी നമ്മൾ നല്ല പ്രവർത്തികൾ അല്ലെങ്കിൽ സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ബലത്തിന്മേൽ ബലം പ്രാപിക്കും. तो जो भला कार्य करता है वो बलवत से बलवत होते रहता है। വീണ്ടും നമ്മൾ ബലം പ്രാപിക്കുവാൻ दूसरा हम लोग और बलवत प्राप्त करने के लिए 2 ദിനവൃത്താന്തം 27:6 दूसरा इतिहास उसका 27 का 6 हम पढ़ते हैं। അവിടെ യോദാമിനെ കുറിച്ച് പറയുന്നത് वहाँ पर योदाम के बारे में कहता है അവൻ ക്രമമായി നടന്നു, അതുകൊണ്ട് അവൻ ബലവാനായി തീർന്നു. हाँ वो सही रीति से चला पड़ेगे। यह योताम सामर्थ्य हो गया क्योंकि वह अपने आप को अपने परमेश्वर यहोवा के सम्मुख जानकर सीधी चाल चलता हाँ था। सीधी चाल चलने की वजह से वो बलवंत प्राप्त होता रहा। എന്ന് പറഞ്ഞാൽ നമ്മള് മലയാളത്തിൽ അത്രയും ക്ലിയർ അല്ല. हाँ मलयालम तो उतना क्लियर नहीं है तो भी എന്ന് പറഞ്ഞാല് പിന്നെ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നീ എന്റെ മുൻപാകെ സീത എന്ന് പറഞ്ഞാല് നമ്മൾ നേരുള്ളവനായി നടക്കുക. നമ്മൾ നേരുള്ളവനായി നടക്കുന്നെങ്കിൽ നമ്മൾ ബലത്തിന്മേൽ ബലം പ്രാപിക്കുക. जैसा परमेश्वर ने अब्राहम से कहते समय तू मेरे सम्मुख अगर तू सामर्थ सीधा चलते रहेगा तू निष्कलंक चलेगा तो तू सामर्थ पाएगा। അപ്പോൾ ഇവിടെ യോദാം അങ്ങനെ ഒരു നേരായി നടപ്പ് നടന്നു. इस तरह योताम ने उस तरह के एक सीधा चाल चलन चला। നമ്മൾ മലയാളത്തിൽ ക്രമമായി നടന്ന അതിന്റെ അർത്ഥം നേരെ നടന്നു. यानी कि मलयालम में भी उसी अर्थ में आता है कि सीधा चला मतलब सही रीति से चला। പിന്നെ നമ്മൾ നെഹമ്യ 8:10 അവസാനം വായിക്കുമ്പോൾ നെഹമ്യ 8 का 10 का आखिरी भाग में हम पढ़ते हैं നമ്മൾ യഹോവയിൽ സന്തോഷിക്കുന്നവൻ എപ്പോഴും ശക്തനായിരിക്കും. जो यहोवा में जो आनंद करता है वो हमेशा बलवंत रहता है। നമുക്ക് കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയണം. तो इसलिए हमें यहोवा में आनंदित होना जरूरी है। നമ്മുടെ സന്തോഷം കർത്താവായിരിക്കണം. हमारा आनंद हमेशा यहोवा प्रभु होना चाहिए। നമ്മൾ സദൃശവാക്യം 24:5 വായിക്കുമ്പോൾ नीति वचन 24 का 5 में हम पढ़ते हैं। നമ്മൾ വായിക്കുന്നത് ജ്ഞാനവും പരിജ്ഞാനവും നമ്മളെ ശക്തി വർദ്ധിപ്പിക്കുന്നു. 24 का 5 में हम पढ़ते हैं कि ज्ञान और बल जो हमें क्या करता है वो हमारा बल को बढ़ाता है। ജ്ഞാനവും പരിജ്ഞാനവും ओके ज्ञान और बुद्धि जो है एक मनुष्य को बलवंत करता है। അപ്പോൾ നമുക്ക് അത് ശക്തി പ്രാപിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണല്ലോ. हमारा ज्ञान बोला हमारा बुद्धि बोला तो वो मसीह है। അത് നിങ്ങൾക്കറിയാം. वो आप लोग जानते हैं 1:24 पहला कोरिन्थी 1 का 24 में है। അവിടെ നിന്നാണ് നമ്മുടെ ശക്തി, वही हमारा बल है, അവിടെ നിന്നാണ് നമ്മുടെ ജ്ഞാനം, वही हमारा बुद्धि है। അപ്പൊ ഇവിടെ നമ്മള് കർത്താവിനെ എത്രമാത്രം നമ്മൾ നേടുന്നോ അത്രമാത്രം നമ്മൾ ശക്തരായി തീരുന്ന പറഞ്ഞ സാരം. यानी कि हम लोग प्रभु को कितना हम प्राप्त करते रहते हैं उतना हम लोग बल में बल प्राप्त बढ़ते रहते हैं। വീണ്ടും 6ാമത്തെ കാര്യം और फिर 6वां बात हम देखते हैं വചനം പ്രമാണിക്കുമ്പോൾ हम लोग वचन को जब मानते हैं യോവേൽ 2:11 योवेल 2 का 11 വചനം പ്രമാണിക്കുമ്പോൾ നമ്മൾ ശക്തരായി തീരുന്നു. हाँ वचन को हम लोग मानते समय में हम लोग बलवंत होते रहते हैं। Praise the Lord. Praise the Lord. ദൈവമക്കളെ നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ നമ്മൾ പ്രമാണിക്കണം. इसलिए प्रिय हम लोग सुनने वाला वचनों को हमें मानना है। ഈ അത് അപ്പോഴാണ് നമുക്ക് ആത്മാവിൽ നമ്മൾ ശക്തിപ്പെടുന്നത്. तभी तो हम लोग आत्मा में बल प्राप्त करते रह सकते हैं। അതുകൊണ്ട് നമ്മൾ 103:20 വായിക്കുന്നത്. इसलिए 103 का 20 में हम पढ़ते हैं എന്റെ വചനം അനുസരിക്കുന്ന വീരന്മാരായുള്ളവരെ എന്ന് പറഞ്ഞാല് വചനം അനുസരിക്കുന്നവരാരാണ്? ശക്തന്മാരാണ്, വീരന്മാരാണ്. जो मेरा वचन को मानने वाला है वीर योद्धा हो, यानी कि प्रभु का वचन मानने वाला वो वीर योद्धा के समान है। Praise the Lord. Amen. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, इसलिए मैं आपको मत पूछना चाहता हूँ ഇന്ന് നമ്മുടെ ആത്മീയ അവസ്ഥ, ആത്മീയ നിലവാരം എവിടെയാണ്? आज हमारा आत्मिक अवस्था स्तर कहाँ पर है? നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിൽ നമുക്ക് ബലപ്പെടാൻ क्या കഴിയുന്നു? वास्तव में हमें आत्मा में बलवंत होने को हो पा रहा है क्या? നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് എങ്ങനെയുള്ള ആത്മാവാണ്? क्योंकि हमने प्राप्त किया हुआ आत्मा किस रीति का है? ഇന്ന് ചിലരുടെയൊക്കെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ അവർ വലിയ ഭീരുക്കളെ പോലെ ജീവിക്കുന്നത്. आज भी बहुत लोगों को विश्वासियों को देखते समय में वो लोग डर डर के जीते हैं। അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. इस तरह का डर के जीने का जरूरत नहीं है ना, നമ്മൾ പ്രാപിച്ച ആത്മാവ് എങ്ങനെയുള്ളതാണ്? क्योंकि हमने प्राप्त किया हुआ आत्मा कैसा है? നമ്മൾ 2 തിമോത്തി 1:7 വായിക്കുന്നു. दूसरा तिमोथी 1 का 7 में हम पढ़ते हैं ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ശക്തിയുടെ ആത്മാവ് പ്രിയമുള്ളവരെ. मतलब बल का पढ़ेंगे 1 का 7 पढ़ेंगे। दूसरा तिमोथी 1 का 7 में हम पढ़ते हैं कि तो परमेश्वर ने हमें ऐसा आत्मा नहीं दिया जो क्योंकि परमेश्वर ने हमें भय की नहीं पर सामर्थ हाँ। और प्रेम और संयम की आत्मा दी है। सामर्थ करके शब्द है, सामर्थ का आत्मा दिया है। Praise the Lord. Amen. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഈ ആത്മാവിന്റെ ശുശ്രൂഷയാണെങ്കിൽ അത് നിശ്ചയമായും ശക്തി വെളിപ്പെടുത്തിയുള്ള ശുശ്രൂഷയായിരിക്കും. इसलिए प्रिय हमें जो भी कार्य में अगर ये पवित्र आत्मा हमारे अंदर है तो उसमें सब सामर्थ प्रकट होगा। ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറയാം. इसलिए प्रभु को मैं धन्यवाद से मैं स्तुति करता हूँ ഇന്ന് വരെയും നമുക്ക് നമ്മുടെ മധ്യത്തിൽ നടന്ന എല്ലാ ശുശ്രൂഷകളും ഈ ആത്മാവിന്റെ ശക്തിയോടെയാണ്. क्योंकि अभी तक जो भी सिंह का सेवा उन्होंने किया है, मेरे अवस्था हुआ है, सेवा किया है, वो सब ये बल देने वाला आत्मा के द्वारा ही हुआ है। പൗലോസ് പറയുന്നത് 1 തെസ്സലോനിക്കർ 1:5 पहला तस्सलोनी 1 का 5 में पौलुस कहता है ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടി ആയിരുന്നു. पढ़ेंगे 1 का 5 पहला तस्सलोनी। क्योंकि हमारा सुसमाचार तुम्हारे पास न केवल शब्द मात्र में वरन
सामर्थ और पवित्र आत्मा में और बड़े निश्चय के साथ पहुंचा हाँ है। बस बस पवित्र आत्मा का सामर्थ में आया, सिर्फ बोल का शब्द से नहीं। Praise the Lord. मैं പ്രിയമുള്ളവരെ, ആത്മീയ ശുശ്രൂഷ इसलिए आत्मिक सेवा അല്ലെങ്കിൽ സഭയിലെ ഓരോ വിശുദ്ധന്മാർ, या फिर कलिसिया के एक पवित्र जन ദൈവം തിരഞ്ഞെടുത്തവർ, जो प्रभु ने चुना है, ദൈവം നിയോഗിച്ചവർ, जिन्हें प्रभु ने नियुक्त किया है, അവരെ ദൈവം അയക്കുന്നു. उनको परमेश्वर ने भेजा है ദൈവം അവരെ ശക്തിയോടെ അയക്കുന്നു. और परमेश्वर उनको सामर्थ से भरकर भेजता है। അതുകൊണ്ടാണല്ലോ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, നിങ്ങൾ ഈ നഗരം വിട്ടു പോകരുത്. इसलिए प्रभु ने कहा ना, जब तक तुम पवित्र आत्मा को प्राप्त नहीं करते तुम यरूशलेम छोड़कर नहीं जाना। കർത്താവ് ഗിദെയോനോട് പറഞ്ഞു, ഗിദെയോനോട്, या प्रभु ने गिदोन से कहा നീ പോക, तू जा ഞാൻ നിന്നെ ഈ ശക്തിയോടെ അയക്കുന്നു. और मैं तुझे सामर्थ से भेजता हूँ। കർത്താവ് മോശയോട് പറഞ്ഞു, प्रभु ने मूसा से कहा നീ പോക, तू जा, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. मैं तेरे साथ हूँ। നമ്മളോട് വിശുദ്ധന്മാരോട് എന്താ പറഞ്ഞിരിക്കുന്നത്? हमारे पवित्र जन के लिए प्रभु क्या कहता है? നീ പോക, तू जा, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. मैं तेरे साथ हूँ, ലോകാവസാനം युग के अंत तक मैं तुम्हारे साथ हूँ। ഹല്ലേലൂയ. हालेलुया। നിങ്ങളുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. हे प्रभु प्रभु हे प्रियो, प्रभु हमारे साथ है। നമ്മൾ ആ ആത്മബലത്തോടെയാണ് പോകേണ്ടത്. उस आत्मा के बल से हमें जाना है, ആ ആത്മാവിലാണ് നമ്മൾ ചെയ്യേണ്ടത്. उस आत्मा से मदद से हमें कार्य करना है। അവിടെയാണ് ദൈവം മോഹപ്പെടുന്നത്. वहां पर प्रभु महिमा लेता है। Praise the Lord. Praise the Lord। ഇന്ന് നമ്മുടെ ശക്തി കേന്ദ്രം നമ്മുടെ കർത്താവ് തന്നെയാണോ? इसलिए क्या आज भी हमारा सामर्थ का केंद्र प्रभु है क्या? അങ്ങനെയെങ്കിൽ നമ്മൾ ധന്യരാ. ऐसा है तो हम धन्य और भाग्यशाली लोग हैं। നമ്മൾ വളരെ ആത്മനിറവിൻ ജീവിതം, ആത്മാവിൽ നിറഞ്ഞ ആത്മാവിന്റെ ശക്തിയോടെ പിന്നെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ആ ആത്മാവിന്റെ ശക്തിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. इसलिए हम जो भी कार्य करते समय में हमें बल देने वाला आत्मा के सामर्थ्य हमें करना है। Praise the Lord. Praise the Lord। ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ എത്ര തുടങ്ങിയാൽ തീരത്തില്ല. ये सब बातें बोलेगा तो कितना भी बोलेगा खत्म नहीं होगा। Praise the Lord. Praise the Lord। എങ്കിലും ഞാനൊരു ചെറുതായിട്ട് നിങ്ങൾ ഓരോ ദിവസവും ഈ ആത്മശക്തിയോടെ ജീവിക്കണം എന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതിനെ പറഞ്ഞെന്ന് മാത്രമേ. लेकिन ये सब बातें एक छोटा सा बात है, आप प्रतिदिन आत्मा के सामर्थ्य किस रीति से जीना है ये बात समझने के लिए मैंने आप लोगों को बताया। നമ്മുടെ ആത്മാവിനാൽ നമ്മൾ അകത്ത മനുഷ്യൻ ഓരോ ദിവസവും ബലപ്പെടണം. आमीन। हमारा आत्मा की इस आत्मा के द्वारा हमारा अंदरूनी मनुष्य प्रतिदिन सामर्थ्य और बलवंत होते जाना है। ആ മനുഷ്യന്റെ പ്രവൃത്തി ജനങ്ങൾക്ക് വെളിപ്പെടണം. वो उस आत्मा का सामर्थ्य लोग को समझ में आना चाहिए, दिखना चाहिए। അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു ക്രിസ്ത്യാനിയാണെന്ന് ജനത്തിന് മനസ്സിലാകുന്നത്. तभी तो लोगों को समझ में आएगा हम सच्चा मसीह है। Praise the Lord. Praise the Lord। കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. प्रभु सबको सहायता करे। കാര്യം നിങ്ങൾ ഇത് വളരെ ശാന്തമായിരുന്നു ധ്യാനിക്കണം. इसलिए आप लोग ये वचन को बार बार एकदम शांति रीति से बार बार संदेश को सुनना। എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് ഒരുപാട് കാര്യമുണ്ട്, പക്ഷെ നമുക്ക് സമയം അത് പോരാ. हाँ, लेकिन मुझे आप लोगों को देने के लिए बहुत कुछ है, लेकिन समय उसको रोकता है। നിങ്ങൾ കേട്ട വചനങ്ങളൊക്കെ എഴുതിയെടുത്ത് നിങ്ങളത് ധ്യാനിക്കണം. लेकिन आप लोग सुना हुआ वचन को ध्यान से उसको लिख के रखना और ध्यान से उसको मनन भी करना। നമുക്ക് ഈ അന്ത്യകാലത്തും നമുക്ക് സ്തെഫാനോസിനെ പോലെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ പോലെ ആത്മാവിൽ നിറഞ്ഞ് നമുക്ക് കർത്താവിനെ സാക്ഷിക്കാം. इस अंतिम समय में हम जो अंतिम युग में जी रहे, हम लोग सेफानोस के समान, प्रेरितों के समान बल प्राप्त करते हुए योग्य रीति से जिए। തെറ്റായ സുവിശേഷത്തിനൊക്കെ കാതു കൊടുക്കരുതേ. जो भी गलत उपदेश है, झूठा सुसमाचार सब दूर रहे। ഈ ലോകത്തിന് അനുഗ്രഹവും നന്മയും പിന്നെ കള്ളസാക്ഷിയും ഒക്കെ എഴുതിട്ട് വരും, അവിടെയൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ऐसा गलत समय में नहीं गिरना। देखो संसार का आशीष, संसार का मोह माया, यहाँ का अनुग्रह, वो अनुग्रह, संसार में तुम लोग बड़े होगे, ये सब बातें लोग झूठा गवाही देने भी आएंगे, उसका धोखे में नहीं गिरना। നിങ്ങൾ സത്യവചനത്തെ മുറുകെ പിടിക്കണം. आप सत्य और खरा वचन को पकड़े रहना। Praise the Lord. Praise the Lord। കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. प्रभु आप सबको सहायता करें। കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. सारा महिमा मैं प्रभु को देता हूँ। കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ. प्रभु का अनुग्रह आप सब में बना रहे। आमीन।